ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആഴ്സ് വിത്ത് മൈഫിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടെയുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് സൂരജ് സാറാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ ആൻഡ് വെൽക്കം ബാക്ക്. യെസ്, താങ്ക് യു സാർ. ഏതായാലും നമ്മൾ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു. വലിയൊരു മുന്നേറ്റം മാർക്കറ്റ് കാഴ്ചവെച്ചു. പക്ഷേ ക്ലോസിങ്ങിൻ്റെ ബേസിസിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു നേട്ടത്തിൻ്റെ തോതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ ഏകദേശം ഒരു 1% ഗെയിനിലായിരുന്നു മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് കിട്ടാൻ കാത്തിരിക്കുകയാണ് ഒരു ബൗൺസ് ബാക്ക് ചെയ്യാനായിട്ട്. കാരണം ഓൾറെഡി എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസുകളും ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇനി ഒരു പോസിറ്റീവ് വാർത്തയിന്മേലായിരിക്കും മാർക്കറ്റിൻ്റെ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു കുതിപ്പിന് തീർച്ചയായിട്ടും GST സംബന്ധിച്ചിട്ടുള്ള പരിഷ്കരണങ്ങളും അതിൻ്റെ ഒരു ആത്മവിശ്വാസവും അതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ റേറ്റിംഗ് ഉയർത്തലും കാരണമായിരുന്നു ആ ഒരു ഷോർട്ട് കവറിങ് നമ്മൾ കണ്ടത്. ഇനി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു തുടർ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സീസ് ഫയറിലും താരിഫിന്മേലുള്ള ഒരു അന്തിമ തീരുമാനത്തിലായിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാനാവുക. ഇതിൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വൈറ്റ് ഹൗസിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും ഉൾപ്പെടെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ട് നടത്തിയ ചർച്ചയിൽ സീസ് ഫയർ സംബന്ധിച്ച അന്തിമ ധാരണയിൽ എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു റിപ്പോർട്ട് വരുന്നത് ഈ ഒരു കൂടിക്കാഴ്ച, പ്രത്യേകിച്ച് പുടിൻ സെലൻസ്കി കൂടിക്കാഴ്ചയ്ക്ക് വീണ്ടും അവസരം ഒരുക്കും, അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. സർ, കാര്യങ്ങൾ ഒരു വർഷത്തെ ഏകദേശം സെറ്റിൽ ആകുമെന്നുള്ള ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നു. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് വാർത്തകൾക്ക് മേൽ റിയാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ജാസ്മിൻ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കറിയാവുന്നത് കംപ്ലീറ്റ് ഈ വൈറ്റ് ഹൗസിൻ്റെ ബ്രീഫിംഗ് മാത്രമേ ഉള്ളൂ എന്നുള്ള. അപ്പോൾ അതനുസരിച്ച് ഇന്നലെ പ്രസിഡന്റ് സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിട്ടുള്ള മീറ്റിംഗ് നടന്നു. ആ മീറ്റിങ്ങിൽ കോൺക്രീറ്റ് ആയിട്ട് ഒന്നും വന്നില്ലെങ്കിൽ പോലും ഒരു ഹോപ്പ് ക്രിയേറ്റ് ചെയ്തു. അതായത് ഇനി ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ 3 രാജ്യങ്ങളിൽ നിന്നും, അതായത് റഷ്യ, യുക്രൈൻ, അതിനെ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രംപ് ഫെസിലിറ്റേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രൈ നേഷൻ ചർച്ചയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ള. അപ്പോൾ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഒരു രസമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരു മീറ്റിങ്ങിനും മോസ്കോ റെപ്രസെൻ്റ് ചെയ്തിട്ടില്ല. അതായത് വ്ളാഡിമിർ പുടിൻ ഒരു മീറ്റിങ്ങിനും വരാനായിട്ട് തയ്യാറെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പീസ് ടോക്സ് വളരെ ഡിലേഡ് ആയി പോയതെന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷേ ഇന്നലെ പ്രത്യേകതയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ട്, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ പുടിനായിട്ട് വളരെ ക്ലോസ് ആണെന്നാണ് സർക്കിൾസിൽ പറയപ്പെടുന്നത്. അദ്ദേഹം പറയുന്നത് ഇൻ പ്രിൻസിപ്പിൾ, അതായത് പുടിൻ ഹാസ് എഗ്രീഡ് ടു കം ഫോർ ദ ട്രൈലാറ്ററൽ മീറ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തന്നെ മാർക്കറ്റിന് ഒരു വെൽക്കം മൂവായിട്ടാണ്, ഗ്ലോബൽ മാർക്കറ്റ് ഒരു വെൽക്കം മൂവായിട്ടാണ് കാണുന്നത്. അതായത് ഇത്രയും നാൾ ശരിക്കും പറഞ്ഞാൽ വ്ളാഡിമിർ പുടിൻ ഒരു മീറ്റിങ്ങിനോ ഒരു ചർച്ചയ്ക്കോ തയ്യാറായിരുന്നില്ല. അവിടെയുള്ള മനംമാറ്റം തന്നെ തീർച്ചയായിട്ടും അത് വളരെ വെൽക്കം ആണെന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. രണ്ടാമത് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് സെലൻസ്കിയോട് ട്രംപ് പറഞ്ഞു വച്ചേക്കുന്നത് ഏതാണ്ട് പുടിൻ പറഞ്ഞ കാര്യങ്ങളെ സാധൂകരിക്കുന്ന രീതിയിലാണ്. അതായത് ഇപ്പോൾ പുടിൻ എന്തുകൊണ്ടാണ് വളരെ റിലാക്സ്ഡ് ആയിട്ടും ചർച്ചയ്ക്ക് പോകുന്നതും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതാണ്ട് ഇത്രയും നാൾ സെലൻസ്കി അല്ലെങ്കിൽ യുക്രൈനെ മാത്രം പൊക്കി പറഞ്ഞ ട്രംപ് ഇപ്പോൾ പുടിൻ്റെ പ്രോബ്ലംസും കൂടെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് വൈറ്റ് ഹൗസിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്നുള്ള. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നാട്ടിലിരുന്ന് ഈ സർക്കസ് കാണാമെന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം നമ്മളെ സംബന്ധിച്ച് ഡിപ്ലോമാറ്റിക് ആംഗിളിൽ കൂടെ നമ്മൾ പറയുന്നത് എന്താ, അതായത് സെലൻസ്കി നന്നായിട്ട് ഡ്രസ്സ് ചെയ്തു, ആദ്യമായിട്ട് സൂട്ട് ഇട്ടു, ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കേണ്ട ഗതികേടാണ് നമുക്ക് വരുന്നത് എന്നുള്ളതാണ്. കാര്യം ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ മാത്രം ആവശ്യമായി യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം തീരുക എന്നുള്ളത്. ഇപ്പോൾ റഷ്യക്ക് പ്രോബ്ലം ഇല്ല, യുക്രൈന് പ്രോബ്ലം ഇല്ല, ചൈനയ്ക്ക് പ്രോബ്ലം ഇല്ല, അമേരിക്കയ്ക്ക് പ്രോബ്ലം ഇല്ല, ഓസ്ട്രേലിയക്ക് പ്രോബ്ലം ഇല്ല, ജപ്പാന് പ്രോബ്ലം ഇല്ല. ലാസ്റ്റ് ഇവർ രണ്ടുപേരും യുദ്ധം നിർത്തേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. അല്ലാതെ വേറെ ഒന്നും അതിനകത്ത് വന്നില്ല എന്നുള്ളതാണ്. പിന്നെ US മാർക്കറ്റ് ഇന്നലെ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഡൗ ഏതാണ്ട് ഫ്ലാറ്റ് ആയിരുന്നു, എല്ലാ ഇൻഡിസസും ഫ്ലാറ്റ് ആയിരുന്നു എന്നുള്ള. ഡൗ ഏതാണ്ട് 0.08% മൈനസ് ആയിരുന്നു, നാസ്ഡാക്ക് 0.03% പ്ലസ് ആയിരുന്നു, S&P 0.01% മൈനസ് ആയിരുന്നു. അതായത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു റാലിയും, അതായത് ഇന്നലെ സെലൻസ്കിയും ട്രംപും തമ്മിലുള്ള മീറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ US മാർക്കറ്റിനെ എഫക്ട് ചെയ്തില്ല. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴും അതിനകത്തും ശരിക്കും പറഞ്ഞാൽ കോൺക്രീറ്റ് ആയിട്ട് ഒന്നുമില്ല എന്നുള്ള. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ മാർക്കറ്റിനെ ഇപ്പോഴും ഡ്രൈവ് ചെയ്യുന്നത് ആ GST അല്ലെങ്കിൽ S&Pയുടെ റേറ്റിംഗ് അപ്ഗ്രേഡ് ആയ BBB കിട്ടിയതിൻ്റെ ആ ഒരു ഇനർഷ്യയിലാണ് ഇന്ത്യൻ മാർക്കറ്റ് എന്ന് തോന്നുന്നു.
ഇപ്പം നമ്മൾ US ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ട്രഷറി ഈൽഡ് ഇന്നലെ ചെറുതായിട്ടൊന്ന് കയറിയിട്ടുണ്ട്. അതായത് US 10-year ബോണ്ട് ഈൽഡ് 4.33% ആയി എന്നുള്ളതാണ് അഹെഡ് ഓഫ് ഫെഡ്സ് ആനുവൽ മീറ്റിംഗ് ഇൻ ജാക്സൺസ് ഹോൾ. അതായത് ജാക്സൺസ് ഹോളിൽ ഫെഡിന്റെ ഒരു ആനുവൽ മീറ്റിംഗ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് സ്ട്രെങ്തൻ ചെയ്തത്. ഇപ്പോൾ ഈ ജാക്സൺ ഹോളിന്റെ പ്രത്യേകത എന്നറിയും, ഈ മാർക്കറ്റ് വളരെ ക്ലോസ്ലി വാച്ച് ചെയ്യും ജാക്സൺ ഹോളിൽ എന്താണ് നടക്കണമെന്നുള്ള. അപ്പോൾ ഈ ജാക്സൺ ഹോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വയോമിങ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ട് US. അവിടുത്തെ ഒരു വാലിയാണ് ജാക്സൺ ഹോൾ എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ വളരെ സെറീനായിട്ടുള്ള റിമോട്ടായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ടീറ്റോൺ മൗണ്ടൻസ് സറൗണ്ട് ചെയ്യണ സ്ഥലമാണ് ഈ പറഞ്ഞ പോലെ ജാക്സൺ ഹോൾ എന്ന് പറയുന്നത്. അവിടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1981 മുതലോ 82 മുതലോ എങ്ങാണ്ട് തുടങ്ങിയ ഒരു ട്രഡീഷൻ ആണെന്ന് തോന്നുന്നു. അതായത് വൺ ഓഫ് ദ മോസ്റ്റ് സെൻട്രൽ ബാങ്കിൻ്റെ ഒരു ഈവൻ്റ് ആണ് ഈ പറഞ്ഞ പോലെ ജാക്സൺ ഹോളിൽ ആനുവലി നടക്കുന്നതെന്നുള്ള. ഈ ശരിക്കും പറഞ്ഞാൽ ഓർഗനൈസ് ചെയ്യണമാണെന്നറിയോ, ഞാൻ പറഞ്ഞില്ല, ഈ ഫെഡ് എന്ന് പറയുന്നത് 12 കുറേ സ്റ്റേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന 12 റീജിയണൽ ഫെഡ് ബാങ്കുകളാണ് ഫെഡ് റിസർവ്സിലെ മെമ്പേഴ്സായിട്ട് വരുന്നതെന്നുള്ളത്. അതിലെ ഒരു മെമ്പറാണ് ഈ ഫെഡറൽ റിസർവ് ബാങ്ക് ഓഫ് കാൻസസ്. ഈ ഫെഡറൽ റിസർവ് ബാങ്ക് ഓഫ് കാൻസസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ജാക്സൺസ് ഹോള് മീറ്റിംഗ് നടത്തുന്നത് എന്നുള്ളതാണ്. ഈ ഫെഡ് റിസർവ് ഓഫ് കാൻസസ് എന്ന് പറഞ്ഞാൽ കാൻസസ് എന്ന് പറഞ്ഞാൽ ഈ 12 മെമ്പേഴ്സിൽ ഒരാളാണെന്നുള്ളത്. അവരാണ് ഇതിൻ്റെ ഓർഗനൈസേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ ഒരുപാട് ഐബോൾസും മീഡിയ അട്രാക്ഷനും ഒക്കെ വരുന്ന ഒരു ഈവൻ്റാണ് ജാക്സൺസ് ഹോളിലെ ഈ ഫെഡിൻ്റെ ആനുവൽ മീറ്റിംഗ് എന്നുള്ളത്. അതായത് ലോകത്തുള്ള വളരെ വലിയ സെൻട്രൽ ബാങ്കേഴ്സ്, ഫിനാൻസ് മിനിസ്റ്റേഴ്സ്, എക്കണോമിസ്റ്റുകൾ, ജേർണലിസ്റ്റുകൾ, അക്കാഡമീഷ്യൻസ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ജാക്സൺസ് ഹോൾ മീറ്റിംഗ്. ഈ ജാക്സൺസ് ഹോൾ മീറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സ്ഥലത്ത് വെച്ചാണ് ഇനി ഫെഡ് റിസർവിൻ്റെ ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റ് കോഴ്സ് എന്താണ് എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷൻ. ഇപ്പം നമ്മൾ ഫോർമർ ആയിട്ടുള്ള FOMC ചെയറിൽ ഇരുന്ന ആൾക്കാരുണ്ടല്ലോ, ബെൻ ബെർനാങ്കെ അല്ലെങ്കിൽ ജാനറ്റ് യെലൻ, അവരുടെയൊക്കെ ഈ ജാക്സൺസ് ഹോളിലെ സ്പീച്ചാണ് ശരിക്കും പറഞ്ഞാൽ US മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയായിരിക്കും ഇനി സ്പാൻ ഔട്ട് ചെയ്യുന്ന, ഫ്യൂച്ചറിൽ സ്പാൻ ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഇൻഡിക്കേഷൻ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ ജെറോം പവലിൻ്റെ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒരു ജാക്സൺസ് ഹോൾ മീറ്റിംഗ് ആണ് എന്നുള്ളതാണ്. അവിടെ അദ്ദേഹം എന്ത് പറയും എന്നുള്ളത് ലോകമെമ്പാടും നോക്കിയിരിക്കുന്നു എന്നുള്ള. അപ്പോൾ ഇനി എന്താണ് US-ന്റെ ഫെഡിൻ്റെ കോഴ്സ് ഓഫ് ആക്ഷൻ, എങ്ങനെയായിരിക്കും US എക്കണോമി മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ്സ് എങ്ങനെയൊക്കെ ആയിരിക്കും കാലിബ്രേറ്റ് ചെയ്യുന്നത്, ഇൻഫ്ലേഷൻ്റെ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പോലെ ജാക്സൺസ് ഹോൾ മീറ്റിംഗിൽ ജെറോം പവൽ എന്താണ്ട് ഒരു സ്പീച്ചിൽ അത് ഉണ്ടാവും എന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഈവൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണെന്ന് തോന്നുന്നു US മാർക്കറ്റ് ഇത്തിരി സൈലന്റ് ആണ് എന്നുള്ളത്. അത് മാത്രമല്ല സെലൻസ്കി ട്രംപ് മീറ്റിംഗിൽ അങ്ങനെ കോൺക്രീറ്റ് ആയിട്ട് ഒരു കാര്യവും വന്നില്ല. ബട്ട് ഹോപ്പ് എന്ന് പറയുന്ന കാര്യം മുന്നോട്ട് വരുന്നു. അതായത് ഒരു പീസ് ടോക്സ് 2-3 ആഴ്ചയ്ക്കുള്ളിൽ നടക്കും. അത് കാരണം മാർക്കറ്റ് അതിനെ നെഗറ്റീവായിട്ട് എടുത്തുമില്ല. അപ്പോൾ നോ നെഗറ്റീവ് ഈസ് ദ പോസിറ്റീവ് ന്യൂസ് ആസ് ഓൺ യെസ്റ്റർഡേ നൈറ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ ക്രൂഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇഞ്ചപ്പ് ചെയ്തിട്ടുണ്ട് ക്രൂഡ് എന്ന് പറയുന്നത്. അതായത് $66 ബാരലിൻ്റെ തൊട്ടുവട്ടത്തൊക്കെയാണ് അത് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഡോളർ ഇൻഡെക്സ് ഏതാണ്ട് 0.3% കയറി 98 ആയി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ US മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് വരണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സായിട്ട്, സെക്രട്ടറീസ് ആയിട്ട്, എക്കണോമിസ്റ്റുകളൊക്കെ ആയിട്ട് ഒരു മീറ്റിംഗ് നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 5 ഇയേഴ്സിന് ശേഷമാണ് തോന്നുന്നു ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സും നീതി ആയോഗും എല്ലാവരും കൂടെ ഒന്ന് മീറ്റ് ചെയ്യുന്നത്. എനിക്കൊന്ന് എന്തോ റിഫോംസിനെ കുറിച്ചുള്ള ചർച്ചകൾ ബാക്ക് ഡോറിൽ നടക്കുന്നുണ്ടോ. ഇപ്പോൾ GST നമുക്കറിയാമല്ലോ, GSTയുടെ കാര്യങ്ങളൊക്കെ അദ്ദേഹം റെഡ് ഫോർട്ടിന്റെ റാംപാർട്സിൽ തന്നെ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിൽ പറഞ്ഞു. അതുകൂടാതെ വേറെ എന്തെങ്കിലും കോൺക്രീറ്റ് മെഷേഴ്സ് വരുന്നുണ്ടോ എന്നറിയില്ല. ഏതായാലും തകൃതിയായ ചർച്ചകൾ നടക്കുന്നു എന്നുള്ള സോഴ്സസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇതിന്റെ ഔട്ട്കം എന്തെന്നുള്ളത് നമുക്ക് 2-3 ദിവസത്തിനുള്ളിൽ അറിയാം. പാർലമെന്റ് സെഷനും കൂടെ നടക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. മറ്റേ പോർട്സ് ബില്ല് ഏതാണ്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ അതൊരു ഹിസ്റ്ററി മേക്ക് ചെയ്യാൻ പോകുന്നു. 117 കൊല്ലം പഴക്കമുള്ള ആ ഒരു ബില്ലാണ്. ഇത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഷിപ്പിംഗ് സ്റ്റോക്സിന്, അതായത് GE ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിങ്ങനെയുള്ള കമ്പനികൾക്ക്, അല്ലെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലെയുള്ള കമ്പനികൾക്കൊക്കെ ഇന്ന് ചിലപ്പോൾ മാർക്കറ്റിൽ പോസിറ്റീവ് ആയിരിക്കും. നമ്മളിപ്പോൾ തിരിച്ച് ഡൊമസ്റ്റിക് മാർക്കറ്റ് ദലാൽ സ്ട്രീറ്റിൽ നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഇപ്പോഴും ഇന്നലെ കണ്ട നമ്മുടെ ഒരു പുൾ ബാക്ക് എന്ന് പറയുന്നത് ഈ BBB അപ്ഗ്രേഡാണ്, S&Pയുടെ അപ്ഗ്രേഡാണ് മാർക്കറ്റിൽ. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ റഷ്യൻ സാങ്ഷൻസോ അല്ലെങ്കിൽ ഈ സെലൻസ്കി ആയിട്ടുള്ള ടോക്കുകളൊന്നും ആയിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്നലെ മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കി, ഞാൻ ഇന്നലെ മാർക്കറ്റ് കുറച്ച് കാര്യമായിട്ടൊന്ന് നോക്കി എന്തൊക്കെയാണ് ഇൻഡെക്സ് ഗെയിനേഴ്സ് എന്നൊക്കെ. കാര്യം എങ്ങനെയാണ് മാർക്കറ്റ് ഈ ന്യൂസിനെ എടുത്തേക്കുന്നത്, അതായത് GST ന്യൂസും ഈ BBB റേറ്റിംഗ് അപ്ഗ്രേഡിനെയും എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഞാനൊന്ന് നോക്കിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഏതാണെന്ന് വെച്ചാൽ ഇന്നലെ 50 നിഫ്റ്റി സ്റ്റോക്കിൽ 39 എണ്ണവും അപ്പായിരുന്നു. അതിൽ ലീഡ് ചെയ്തത് കംപ്ലീറ്റ് ഓട്ടോമൊബൈൽ
ഓട്ടോമൊബൈൽ സ്റ്റോക്കുകളായിരുന്നു എന്നുള്ളത്. ഇപ്പം ഞാൻ കുറച്ചുകൂടെ ബ്രോഡറായിട്ട് നോക്കുമ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ് 150 ഉണ്ടല്ലോ, ഏതാണ്ട് 1.19% അപ്പായിരുന്നു. നിഫ്റ്റി സ്മോൾ ക്യാപ് 250 1.33% അപ്പായിരുന്നു. കാര്യം ഞാൻ അത് നോക്കാൻ കരുതുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 കമ്പനീസിന് വലിയ തോതിലൊന്നും ഈ പറയുന്ന പോലെ US എക്സ്പോഷറോ അല്ലെങ്കിൽ ടാരിഫ് ഇമ്പാക്റ്റോ ഇല്ല. ശരിക്കും ടാരിഫ് ഇമ്പാക്റ്റ് വന്നിരിക്കുന്നത് മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, SME സെഗ്മെന്റിലാണ്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ റാലിയിൽ GST ആണോ കാരണം എന്നുള്ളതാണ് ഞാൻ നോക്കിയിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് സ്മോൾ ക്യാപ് ഇൻഡെക്സും ഈ പറഞ്ഞ പോലെ മിഡ് ക്യാപ് ഇൻഡെക്സും ഒക്കെ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന GST ആയിരുന്നു ഇന്നലത്തെ ഒരു ഫാക്ടർ, അതായത് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്തെന്നുള്ള. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ സെക്ടറൽ ഇൻഡിസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓട്ടോ +4% ആയിരുന്നു, MNC കമ്പനികൾ 2.7% ആയിരുന്നു, റിയാലിറ്റി കമ്പനീസ് 2% അപ്പായിരുന്നു, കൺസംഷൻ സ്റ്റോക്ക് 2% അപ്പായിരുന്നു. എന്നാൽ FMCG ജസ്റ്റ് 1% അപ്പായുള്ളൂ. അത് മാത്രമല്ല ഫിനാൻസും ജസ്റ്റ് 1% അപ്പായിരുന്നു. നമ്മൾ ഇന്നലെ തന്നെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൽ നമ്മൾ അവതരിപ്പിച്ചത് ഈ പറഞ്ഞ പോലെ കൺസംഷൻ ഡ്രൈവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പുറകിലുള്ള അതിനെ ഫണ്ട് ചെയ്യുന്ന ലോൺ കൊടുക്കുന്ന NBFCയെ കുറിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്നലെ നല്ല മൂവ്മെൻറ്റ് ബജാജ് ഫിനാൻസിൽ വന്നു. എന്നാൽ നമ്മൾ സ്പോട്ട്ലൈറ്റ് അവതരിപ്പിച്ച റിലയൻസ് ജിയോ അല്ലെ ജിയോ ഫിനാൻസ് അധികം മൂവ് ചെയ്തില്ല. പക്ഷെ നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നത് റിലയൻസ് ജിയോന് ഈ GST റാഷണലൈസേഷനിൽ വളരെ വലിയൊരു ബെനിഫിഷ്യറി ആയിരിക്കും. അതുപോലെ പ്രൊമോട്ടർ ഈ ലെവലിലൊക്കെ മേടിച്ചു എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ആരൊക്കെയായിരുന്നു, ഏതൊക്കെ സെക്ടേഴ്സ് ആയിരുന്നു ഇന്നലെ ഡൗൺ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും IT തന്നെ ആയിരുന്നു എന്നുള്ളത്. -0.5% ഡൗൺ ആയിരുന്നു. ഫാർമയും 0.2% ഡൗൺ ആയിരുന്നു. അപ്പോൾ ആ ടാരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഗ്ലോബൽ എക്കണോമിയായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന സ്റ്റോക്സ് അല്ലെങ്കിൽ സെക്ടേഴ്സ് ചെറുതായിട്ട് നെഗറ്റീവ് ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഇന്നലെ മനസ്സിലായെന്നുള്ളത്. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ചുള്ള കാര്യം എന്നറിയോ, അതായത് നമ്മൾ ഇത്രയും നാൾ പറഞ്ഞു വെച്ചിരുന്നത് എന്താ, ഈ ട്രംപിൻ്റെ ടാരിഫ് അല്ലെങ്കിൽ US-ൻ്റെ ടാരിഫ് ആദ്യം 25% വെച്ചു. 25% വെച്ചപ്പോൾ നമ്മുടെ GDP-യുടെ 0.3% to 0.5% വരെ ഹിറ്റ് വരുന്നു. അതിനുശേഷം റഷ്യൻ ക്രൂഡ് നമ്മൾ മേടിക്കുന്നത് കാരണം, എംബാർഗോ ഓയിൽ നമ്മൾ മേടിക്കുന്ന കാരണം നമ്മളിന്മേൽ 25% കൂടെ അഡീഷണൽ ആയിട്ടുള്ള ഒരു സെക്കൻഡറി ടാരിഫും കൂടെ ഇട്ട് നമുക്ക് ടോട്ടൽ ടാരിഫ് 50% വന്നപ്പോൾ GDP-യിൽ വരുന്ന ഇമ്പാക്റ്റ് എത്രയാണ്? നേരത്തെ ഉണ്ടായിരുന്ന 0.3 to 0.5 എന്ന് മാറി 0.6 to 1% വരെ GDP-ക്ക് ഒരു ഹിറ്റ് ആവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അത് കാരണം തന്നെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു ആ മാർക്കറ്റിൽ ആ GDP ഡീറേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കമ്പനീസിൻ്റെ വാല്യുവേഷനും ഡീറേറ്റ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി ചെറുതായിട്ടൊന്ന് കറക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് അതേപോലെ ഡീറേറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെയാണല്ലോ നമ്മൾ ഏതാണ്ട് ഈ 24,500-ലേക്കൊക്കെ ഒന്ന് മാർക്കറ്റ് വന്നത്. അതായത് എനിക്ക് തോന്നുന്നു 26,200 and സംതിങ് എങ്ങാണ്ടായിരുന്നു ഓൾ ടൈം ഹൈ. അപ്പോൾ ആ ഒരു ഡീറേറ്റിംഗ് വന്നു. ഇന്നലെ സംഭവിച്ചത് എന്താണെന്നറിയോ, ഈ GST റാഷണലൈസേഷനോട് കൂടി GDP-യിലേക്ക് ഒരു 0.5 to 0.7% ആഡ് ചെയ്യും എന്നുള്ള ഒരു അപ്ഗ്രേഡിംഗ് ആണ് വന്നത്. അപ്പോൾ എന്തൊക്കെയാണോ നമ്മൾ ടാരിഫ് കൊണ്ട് നമുക്കൊരു ഇടിവ് കിട്ടിയത് അതിനെ ഏതാണ്ട് ലെവലപ്പ് ചെയ്യുന്ന കവർ ചെയ്യുന്ന രീതിയിൽ ഈ GST റാഷണലൈസേഷൻ വരുമെന്ന് ആ ഒരു കണക്കൂട്ടലാണെന്ന് തോന്നുന്നു. ഇന്നലെ മാർക്കറ്റിൽ അനലിസ്റ്റുകളും അല്ലെങ്കിൽ എല്ലാ റേറ്റിംഗ് ഏജൻസികളും ഒന്ന് തിരിച്ചു പിടിച്ച് മാർക്കറ്റ് തിരിച്ചൊന്ന് റിക്കവർ ചെയ്തതെന്ന് തോന്നുന്നു. അതായത് വാട്ട് എവർ ലോസ് ദാറ്റ് യു മേക്ക് ത്രൂ ദ US സാങ്ഷൻസ് ഓൺ ടാരിഫ് that will be compensated by GST rationalization and increased sales. Of course GDP-യിൽ ഹിറ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ചില എക്കണോമിസ്റ്റുകൾ പറയുന്നത് വെച്ചാൽ ഇതിപ്പോൾ ഗവൺമെന്റിന് ലോസ് ഓഫ് റവന്യൂ ആണല്ലോ. 28% നിന്ന് 18% ആക്കുന്നു, അല്ലെങ്കിൽ 12% നിന്ന് കൂടുതൽ കാര്യങ്ങൾ 99% ഓഫ് പ്രോഡക്ട്സ് 5% വരുമ്പോൾ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ടാക്സ് കളക്ഷൻ കുറയും എന്നാണ് പറയുന്നത്. ബട്ട് അത് ഒരു സ്കൂൾ ഓഫ് തോട്ടാണ്. വേറൊരു സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത് വെച്ചാൽ നമ്മൾ സാധനങ്ങളുടെ പ്രോഡക്ട്സിൻ്റെ വില കുറയുമ്പോൾ കൺസംഷൻ കൂടും. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് കളക്ഷൻസിൽ ഹിറ്റ് വരാൻ ചാൻസ് ഇല്ല. അതായത് വോളിയം കയറും, അത് കോമ്പൻസേറ്റ് ചെയ്യും എന്നുള്ള രീതി. അപ്പോൾ രണ്ട് വശവും ഇതിനകത്ത് മാർക്കറ്റിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ്. മാർക്കറ്റ് എങ്ങനെയാണ് ഇതിനെ എടുക്കുന്നത് എന്നുള്ളത് മാർക്കറ്റ് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തത്. വളരെ പോസിറ്റീവായിട്ട് എടുക്കാൻ കാര്യം ഇന്നത്തെ ദിവസമാണ് ഇമ്പോർട്ടൻറ്റ്. കാര്യം ഇന്നലത്തെ റാലി നമുക്കൊരു ഗൈഡൻസ് നമുക്ക് തരില്ല. കാര്യം എന്നറിയോ, മാർക്കറ്റിൽ നമ്മൾ മിനിങ്ങാന്നൊക്കെ നോക്കും, അതായത് കഴിഞ്ഞ ആഴ്ചത്തെ ക്ലോസ് വ്യാഴാഴ്ച ആയിരുന്നല്ലോ നമ്മൾ ലാസ്റ്റ് ഡേ, അന്നൊക്കെ നോക്കുകയാണെങ്കിൽ FIയുടെ ഇൻഡെക്സ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ 92% ഷോർട്ടായിരുന്നു. ഈ ഷോർട്ട് കവറിംഗ് ആണ്. അതായത് ഇന്നലെ ഒരു പോസിറ്റീവ് ന്യൂസ് വന്നപ്പോൾ പെട്ടെന്ന് ഈ ഷോർട്ട് അടിച്ചവന്മാരൊക്കെ ഇത് കവർ ചെയ്യാനായിട്ടുള്ള ഒരു തത്രപ്പാടിലാണ് മാർക്കറ്റ് കയറിയത്. അപ്പോൾ ഇന്നലെ ശരിക്കും പറഞ്ഞ ഒരു ഷോർട്ട് കവറിംഗ് റാലി ആയിരുന്നു. സസ്റ്റെയിൻഡ് ആയിട്ടുള്ള റാലി ആണോ എന്നുള്ളത് നമുക്ക് ഇന്ന് മനസ്സിലാവുകയേ ഉള്ളൂ എന്നുള്ളത്. അതായത് 25,000 വളരെ ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് അതിനകത്ത് നിൽക്കുന്നു എന്നുള്ളത് നമുക്കത് നോക്കിയിട്ട് തന്നെ മുന്നോട്ട് നോക്കേണ്ടി വരും. പിന്നെ ഞാൻ
ഇന്നലെ വായിച്ച ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ, ഇതൊരു പെർസ്പെക്റ്റീവ് ആട്ടോ, ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു ഹോളി ഗ്രെയിലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, രസകരമായിട്ട്. അതായത് ഈ വാല്യുവേഷൻ, ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ പ്രീമിയം അളക്കുന്ന ഒരു ഫിഗർ ഉണ്ട്. അതെന്ന് വെച്ചാൽ MSCI-യിലെ, അതായത് ഈ മോർഗൻ സ്റ്റാൻലിയുടെ ഈ ഇൻഡെക്സ്, MSCI ഇൻഡെക്സ്, അതായത് MSCI ഇന്ത്യ ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ MSCI എമർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സ്. ഓക്കെ, അത് നമ്മൾ മറ്റുള്ള എമർജിംഗ് മാർക്കറ്റ്സും തമ്മിലുള്ള വാല്യുവേഷൻ പ്രീമിയമിനെ കാണിക്കുന്ന ഒരു ഫിഗർ ആണെന്നാണ് പറയപ്പെടുന്നത്. സാധാരണ അത് ശരിക്കും പറഞ്ഞാൽ ഒരു 1.78 ആണ്, അതായത് 10-year ആവറേജ് ആണ് ഞാൻ പറഞ്ഞത്. 1.78 ആണ് ആ വാല്യുവേഷൻ പ്രീമിയം ഇന്ത്യ കമ്പയർഡ് ടു അതർ എമർജിംഗ് മാർക്കറ്റ്സ് അണ്ടർ MSCI ഇൻഡെക്സ്. അപ്പൊ ഈ MSCI ഇൻഡെക്സിന്റെ PE ഡിവൈഡഡ്, MSCI ഇന്ത്യ ഇൻഡെക്സിന്റെ PE ഡിവൈഡഡ് ബൈ MSCI എമർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സ് PE 1.78 ആണ് ശരിക്കും പറഞ്ഞാൽ 10-year ആയിട്ടുള്ള ആവറേജ്. ഇപ്പം അതിൻ്റെ വാല്യൂ 1.48 ആണ്, അതായത് പ്രീമിയം. അതായത് ഇന്ത്യ ഓപ്റ്റിക്കലി ലുക്സ് അണ്ടർ വാല്യൂഡ് കമ്പയർഡ് ടു അതർ എമർജിംഗ് മാർക്കറ്റ്സ് എന്ന് പറഞ്ഞു വെക്കുന്നു. ഒരു പക്ഷേ അത് ശരിയാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കാര്യം ഇന്ത്യൻ മാർക്കറ്റ് മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഇൻഡെക്സിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ പല കമ്പനീസിൻ്റെയും ഇൻഡിവിജ്വൽ വാല്യുവേഷൻ വളരെ സൂപ്പർ നാച്ചുറൽ വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. എല്ലായിടത്തും ഇല്ല, പോക്കറ്റ്സിൽ. ചില പോക്കറ്റ്സിൽ വളരെ അണ്ടർ വാല്യൂഡ് ആണ്. ഇപ്പോൾ IT നോക്കുകയാണെങ്കിൽ IT വളരെ അണ്ടർ വാല്യൂഡ് ആണെന്നുള്ള, IT ഇപ്പോൾ മേടിക്കണോ ഇല്ലെന്നല്ല, അണ്ടർ വാല്യൂഡ് ആയതുകൊണ്ട് മേടിക്കണം എന്ന് നിർബന്ധമില്ല, പക്ഷേ IT അണ്ടർ വാല്യൂഡ് ആണെന്നുള്ള കാര്യത്തിന് സംശയമില്ല. പക്ഷേ മറ്റുള്ള എമർജിംഗ് മാർക്കറ്റ്സിലേക്ക് ചൈന അല്ലെങ്കിൽ ജപ്പാൻ അല്ലെങ്കിൽ നിക്കൈ ജപ്പാൻ അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ഹോങ്കോങ്ങിലേക്കൊക്കെ പൈസ നന്നായിട്ട് വലിഞ്ഞു കയറിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർ നല്ല രീതിയിൽ ഓവർ വാല്യൂഡ് ആയിരിക്കാം. അപ്പോൾ അവരെ വെച്ച് നമ്മളെ നോക്കുമ്പോൾ on a comparative basis, India looks cheaper compared to other emerging markets. ബട്ട് നമ്മൾ അവരെ മാറ്റി വെച്ച് നമ്മൾ ഇന്ത്യയെ മാത്രം നോക്കുകയാണെങ്കിൽ പോക്കറ്റ്സിൽ വളരെ ഓവർ വാല്യുവേഷനും ഉണ്ട്, ചില പോക്കറ്റ്സിൽ അണ്ടർ വാല്യുവേഷൻ എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതാണ് ആ വാല്യുവേഷൻ പ്രീമിയൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അതുമല്ല, ഇന്നലെയൊക്കെ ആയിട്ട് ഇന്നലെ ആ റേറ്റിംഗ് അപ്ഗ്രേഡ് വന്നല്ലോ, BBB റേറ്റിംഗ് അപ്ഗ്രേഡ് വന്നു, GST റാഷണലൈസേഷൻ വന്നത് കാരണം എനിക്ക് തോന്നുന്നു ഈ വീക്കെൻഡിൽ 2 നോട്ട് ഇറങ്ങിയിരുന്നു. ഞാനത് വളരെ ക്ലിയർ ആയിട്ട് വായിച്ചു. എനിക്ക് തോന്നുന്നു ഒന്ന് മോർഗൻ സ്റ്റാൻലിയുടെ റിതം ദേശായി എഴുതിയ ഒരു സ്ട്രാറ്റജി നോട്ടാണ് അത്. പക്ഷേ അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഇൻഡിസസ് ടു മേക്ക് ന്യൂ ഹൈ. അതിനകത്ത് ആ നോട്ട് വലിയ രീതിയിൽ എഴുതണമെങ്കിലും ഒരു ഇന്ത്യ സ്ട്രാറ്റജി നോട്ടാണ്. അവർ മോർഗൻ സ്റ്റാൻലിയുടെ ഇന്ത്യ ഡിവിഷൻ എഴുതിയതാണ്. അതിനകത്ത് റിതം ദേശായി ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നത് ഇന്ത്യയുടെ ഇൻഡിസസ് പുതിയ ഹൈയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുന്നു മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. അതുകൂടാതെ രാജീവ് ബത്ര എഴുതിയ JP മോർഗന്റെ റിപ്പോർട്ട്. ഈ JP മോർഗന്റെ ഇന്ത്യ സ്ട്രാറ്റജി റിപ്പോർട്ടിലും അവർ പറയുന്നത് വെച്ചാൽ നിഫ്റ്റി ടു ട്രേഡ് ബിറ്റ്വീൻ 25,600 ടു 30,000 ഇൻ ദ നെക്സ്റ്റ് 6 to 9 months എന്നുള്ളവർ പറഞ്ഞു വെക്കുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ അപ്ഗ്രേഡ്. ബട്ട് ഈ പറഞ്ഞ പോലെ FII പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ മാർക്കറ്റിൽ മേടിക്കാൻ പറ്റില്ല. കാര്യം FIIs പറയുന്നത് 90% തെറ്റായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ. എൻ്റെ 25 കൊല്ലത്തിൽ ഇപ്പം നമ്മൾ അടുത്ത കാലത്ത് തന്നെ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ട്രേഡർ ആയിട്ടുള്ള ലോറൻസ് ബലാങ്കോ, CLSAയുടെ ടെക്നിക്കൽ അനാലിസ്റ്റിൻ്റെ ഹെഡാണ്. അദ്ദേഹം ഏതാണ്ട് ഒരു 2 മാസം മുമ്പേ പറഞ്ഞത് ഇന്ത്യ ഏതാണ്ട് ഹൈ കട്ട് ചെയ്ത് പോകുന്നതാണ്. അവിടുന്ന് ഒരു കറക്ഷൻ തുടങ്ങിയിട്ട് നിന്നത് 24,500 ക്രിസ് വുഡ് എപ്പോൾ നോക്കിയാലും പറയണം ബൈ ഇന്ത്യ, ഇറ്റ് ഈസ് നോട്ട് ദ ടൈം ടു സെൽ ഇന്ത്യ, ഇറ്റ് ഈസ് ദ ടൈം ടു ബൈ ഇന്ത്യ എന്ന് പറഞ്ഞു. അന്ന് മുതൽ മാർക്കറ്റ് കറക്ഷൻ തുടങ്ങി എന്നുള്ളത്. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് ഒരു ഹോളി ഗ്രെയിലായിട്ട് എടുക്കേണ്ട, എങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് വേർഡാണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് വേർഡാണ്. കാര്യം ഇവരുടെ കയ്യിൽ ഒരുപാട് ഫണ്ട് ഉണ്ട്. അതിനെ നമ്മൾ പറയുന്നത് FI ഫണ്ട് അല്ലെങ്കിൽ FPI ഫണ്ട് എന്ന്. ഇവന്മാർ മാർക്കറ്റിലേക്ക് വന്ന് മേടിക്കുമ്പോഴാണ് സ്റ്റോക്സ് കയറുന്നത് എന്നുള്ളത്. പക്ഷേ ഇവന്മാർ ഇപ്പോൾ അടുത്ത കാലത്ത് സെല്ല് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ റിപ്പോർട്ട്സിൽ ഇവർ പോസിറ്റീവായിട്ട് പറയണമെങ്കിലും ഇവരെ ഫിഗേഴ്സ് നോക്കുമ്പോൾ ഇവർ സെല്ലിംഗ് ആണ് കാണുന്നത്. അത് അബ്സോർബ് ചെയ്യണ കംപ്ലീറ്റ് ഇന്ത്യൻ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും റീറ്റെയിലേഴ്സ് ആണെന്നുള്ളത്. എപ്പോഴാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവരെ നെറ്റ് ഫ്ലോ പോസിറ്റീവ് ആവുന്നത് അന്ന് മുതലാണ് ഇവർ ഹയർ ആയിട്ട് ഇട്ട് മേടിക്കുമ്പോൾ മാർക്കറ്റ് പോകുന്നുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ വക കാര്യങ്ങളിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാനൊന്നും പറ്റില്ല. നമുക്ക് നമ്മുടേതായ ഫോക്കസിൽ നമ്മുടെ കാലിൽ നിന്നുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് മാർക്കറ്റ് വീണ്ടും വീണ്ടും പഠിപ്പിച്ചു തരുന്നു എന്നുള്ളതാണ്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഈ റേറ്റിംഗ് അപ്ഗ്രേഡ് വന്നു, GSTയുടെ റാഷണലൈസേഷൻ വന്നു. ഇനിയിപ്പോൾ വരാനുള്ള, ഇപ്പോൾ ജാസ്മിൻ നേരത്തെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ പോലെ നെഗറ്റീവ്സ് വരാനുള്ളതൊക്കെ വന്നു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ വേറൊരു ടാരിഫ് വയ്ക്കാൻ ചാൻസ് ഇല്ലെന്നും കൂടെ ട്രംപ് പറഞ്ഞു. അതായത് നമ്മൾ റഷ്യയും യുക്രൈനുമായിട്ടുള്ള പീസ് ടോക്സിന് മീഡിയേറ്റ് ചെയ്യുന്നതിന് സമയത്ത് നമ്മൾ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ടാരിഫ് ഇന്ത്യക്ക് മേൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളൊരു കാര്യവും പറഞ്ഞു. ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞു നമ്മുടെ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 25-ാം തീയതിയാണ്. 25-ാം തീയതി അവരുടെ ഒരു ഡെലിഗേറ്റ് ടീം ഇന്ത്യയിലേക്ക് ചർച്ചയ്ക്ക് വരുന്നു. അത് ആദ്യം ഞങ്ങൾ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു.
പിന്നെ അതിനകത്ത് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ പോസ്റ്റ്പോൺ ചെയ്തു എന്നുള്ള. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ റഷ്യയായിട്ടുള്ള ടോക്സ് എങ്ങനെ പോകും എന്നനുസരിച്ചായിരിക്കും അവരുടെ ഒരു ടീം വരിക എന്നുള്ള. അപ്പം എവിടെ ഒരു ഹോപ്പ് ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുന്നു എന്നുള്ള. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഐഡിയലി പ്ലേസ്ഡ് ആണ് FIIസിൻ്റെ കണ്ണിൽ. FIIസിൻ്റെ കണ്ണിൽ, അതായത് ഞാൻ വീണ്ടും പറയണു, നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് ഡൊമസ്റ്റിക് എക്കണോമിയുടെ രീതിയിൽ നോക്കുമ്പോൾ പല സ്റ്റോക്സും പല സെക്ടേഴ്സും ഓവർ വാല്യൂഡ് ആണ്. ബട്ട് ഒരു FIIയെ സംബന്ധിച്ച് പല മൾട്ടിപ്പിൾ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തവർ, അതായത് ചൈന അണ്ടർ വാല്യൂഡ് ആയിട്ടിരിക്കുമ്പോൾ ചൈനയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യും. ചൈന ഓവർ വാല്യൂഡ് ആകുമ്പോൾ ആ പൈസ എടുത്ത് ഇന്ത്യയിലേക്ക് വരും. ഇന്ത്യ ഓവർ വാല്യൂഡ് ആകുമ്പോൾ ഇന്ത്യ നിന്ന് ജപ്പാനിലേക്ക് പോകും. അവിടുന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഇന്തോനേഷ്യ, വിയറ്റ്നാം അല്ലെങ്കിൽ ഹോങ്കോങ് അങ്ങനെ രീതിയിൽ പൊക്കോണ്ടിരിക്കുന്ന ഈ ഹോട്ട് മണി, അതായത് ഈ ഹെഡ്ജ് ഫണ്ട്സിൻ്റെയും FPIസിൻ്റെയും ഒക്കെ മണി അവരുടെ കണ്ണിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഓൺ എ കമ്പാരിറ്റീവ് ബേസിസ് ടു അതർ എമർജിംഗ് മാർക്കറ്റ്സ് ലുക്ക് അട്രാക്റ്റീവ്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ബൈയിങ് ചിലപ്പോൾ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ഏത് സെക്ടറിലായിരിക്കും വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ JP മോർഗന്റെ നോട്ട് അനുസരിച്ച് അവർ ഡൊമസ്റ്റിക് സെക്ടേഴ്സിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇനി അങ്ങോട്ടേക്കാണോ പൈസ വരുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. എവിടെയാണോ അവരുടെ പൈസ വരുന്നത് അവിടെ കയറും താൽക്കാലികമായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ മാർക്കോ റൂബിയോ എന്ന് പറഞ്ഞ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അടുത്ത് നല്ല സ്പെസിഫിക് ആയിട്ടൊരു ചോദ്യം ചോദിച്ചു. അതായത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് മേടിക്കുന്നത് കാരണമാണല്ലോ നിങ്ങൾ 25% ടാരിഫ് ഇമ്പോസ് ചെയ്തത്. എന്നാൽ യൂറോപ്പ് LNGയും കുറച്ച് പെട്രോളിയം പ്രോഡക്ട്സും മേടിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവരെ ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ചൈനയും ഭയങ്കര രീതിയിൽ മേടിക്കുന്നുണ്ടല്ലോ? ചൈന ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ബയർ ഓഫ് റഷ്യൻ ക്രൂഡ്. എംബാർഗോ ഓയിൽ മേടിക്കുന്നത് അവരാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ മാർക്കോ റൂബിയോ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇന്ത്യയായിട്ട് നല്ല ബന്ധത്തിലാണ്. ആ ഇന്ത്യ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് അയാളുടെ സംസാരം കംപ്ലീറ്റ്. അതുമാത്രമല്ല അയാൾ പറയുന്നത് വെച്ചാൽ ചൈന കൂടുതലും ഈ പറയുന്ന പോലെ റഷ്യൻ ക്രൂഡ് മേടിച്ച് അതിനെ റിഫൈൻ ചെയ്തിട്ട് യൂറോപ്പിൽ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ യൂറോപ്പിലെ കുറേ രാജ്യങ്ങൾ റഷ്യൻ ക്രൂഡ് ഇൻഡയറക്ട്ലി ചൈന വഴി മേടിക്കുന്നത് കാരണം OPECൽ നിന്ന് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളും മേടിക്കുന്നില്ല, ചൈനയും മേടിക്കുന്നില്ല. അത് കാരണം ക്രൂഡിൻ്റെ പ്രൈസസ് ലോകത്ത് സ്റ്റേബിളാണ്. അതിന് അവർ സഹായിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്നാൽ ഇന്ത്യയും അത് മേടിച്ച് സഹായിക്കുന്നു. കാര്യം ഇന്ത്യ ഇസ് ദ എനിക്ക് തോന്നുന്നു തേർഡ് ലാർജസ്റ്റ് കൺസ്യൂമർ ഓഫ് ഓയിൽ വേൾഡ് വൈഡ് ആൻഡ് സെക്കൻഡ് ലാർജസ്റ്റ് കൺസ്യൂമർ ഓഫ് റഷ്യൻ ഓയിൽ എന്നുള്ള. പക്ഷേ ഇന്ത്യക്ക് ഒരു പാറ്റ് ഓൺ ദ ബാക്ക് ഇല്ല. എന്നാൽ ചൈനയ്ക്കും യൂറോപ്പിനും എന്താ പറയുക, ഒരു ഫേവേർഡ് ആയിട്ടുള്ള ഒരു ഹിയറിംഗ് ആണ് ഈ മാർക്കോ റൂബിയോടെ കൊടുക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം. അത് മാത്രമല്ല പീറ്റർ നവാരോ എന്ന് പറഞ്ഞ വൈറ്റ് ഹൗസിൻ്റെ ഒരു ട്രേഡ് അഡ്വൈസർ ഉണ്ട്. അദ്ദേഹം വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയണമെന്ന് വെച്ചാൽ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളോട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജിക് പാർട്ണറായിട്ട് ഞങ്ങൾ വിശ്വസിച്ചു. അങ്ങനെയായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഇൻട്രസ്റ്റിൻ്റെ കൂടെ നിൽക്കണമായിരുന്നു. ഇപ്പോൾ ഇന്ത്യ റഷ്യയായിട്ടും ചൈനയായിട്ടും ബന്ധമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മിലിറ്ററി കേപ്പബിലിറ്റിയോ ടെക്നോളജിയൊക്കെ ഇന്ത്യക്ക് കൊടുക്കാനായിട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു വൈമുഖ്യമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അവർ ഇതൊക്കെ ലീക്ക് ചെയ്ത് ചൈനയ്ക്കും റഷ്യയ്ക്കും കൊടുക്കുമെന്ന് ഞങ്ങൾക്കൊരു പേടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യം, if India is to be treated as a strategic partner of the United States, India needs to start acting like that. India acting as a global clearing house for Russian oil. റഷ്യൻ ഓയിലിനെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ഒരു ഏജന്റിനെ പോലെയാണ് ഇന്ത്യ അവർ കാണുന്നത്. കൺവേർട്ടിംഗ് എംബാർഗോഡ് ക്രൂഡ് ടു ഹൈ വാല്യൂ എക്സ്പോർട്സ് while giving Moscow the dollar to fight the war against Ukraine. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പീറ്റർ നവാറോ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം എന്നുള്ളതാണ്. ബട്ട് നമ്മൾ വീണ്ടും ചൈനയിലേക്ക് വരികയാണെങ്കിൽ ചൈനയുടെ ജൂലൈ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ റെയർ എർത്ത് മാഗ്നസിൻ്റെ എക്സ്പോർട്ട് ഓൾ ടൈം ഹൈ ആയിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ 2-3 ചെറിയ കാര്യങ്ങൾ നമുക്കൊന്ന് ലൈവ് പോകുന്നതിന് മുമ്പ് പറയാം. ഈ സാധാരണ നമ്മൾ ഈ AGM നടക്കില്ലേ, കമ്പനിയുടെ ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് നടക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ മീറ്റിംഗ് ആണെങ്കിൽ അവരൊരു ലൊക്കേഷൻ പറയും. ബാംഗ്ലൂരുള്ള കമ്പനിയാണ് ബാംഗ്ലൂർ, ചെന്നൈയിലാണെങ്കിൽ ചെന്നൈ, ബോംബെയിലുള്ള കമ്പനിയാണ് ബോംബെ, ഹരിയാന ആണെങ്കിൽ ഹരിയാന, ഡൽഹിയിലാണെങ്കിൽ നമുക്കൊക്കെ അവിടെ ചെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഒക്കേഷനാണ്. അതായത് മാനേജ്മെൻറ്റിനെ മീറ്റ് ചെയ്യാം, നമുക്ക് പ്രൊമോട്ടേഴ്സിനെ കാണാം, അവരുടെ ബോഡി ലാംഗ്വേജ് കാണാം, എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. വേറെ പല അനലിസ്റ്റുകളും FIIസിനെ റെപ്രസെൻറ്റ് ചെയ്ത ആൾക്കാർ വരും, മ്യൂച്വൽ ഫണ്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്ത ആൾക്കാർ വരും, ബ്രോക്കറേജ് ഹൗസിനെ റെപ്രസെൻറ്റ് ചെയ്ത ആൾക്കാർ വരും. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ ഡിന്നറോ ലഞ്ചോ അവർ തന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ നമുക്ക് നെറ്റ്വർക്ക് ചെയ്യാം, കമ്പനിയെക്കുറിച്ച് കൂടുതൽ അറിയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ AGM എന്ന് പറയുന്നത് വളരെ നല്ല പ്ലേസാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 10 കൊല്ലം മുമ്പേ വരെ മിക്ക AGM, അതായത് ഞാൻ ഹോൾഡ് ചെയ്യുന്ന ഷെയർസിൻ്റെ AGM-നൊക്കെ പോകുമായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ വർക്കായിട്ട് ഞാൻ പോയതുകൊണ്ട് ഞാൻ അധികം പോയില്ല. എന്നാലും നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. നമ്മുടെ ഫ്രണ്ട്സൊക്കെ പോകുന്നതുകൊണ്ട് AGM-ൽ എന്തായിരുന്നു അവർ ഇൻട്രാക്ട് ചെയ്തു, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു വിടും. അവർ പോയി ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. AGM എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ AGM-ൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ
നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ കമ്പനിയുടെ പ്രോഫിറ്റ് പൂളിലും കൂടെ നമുക്ക് അധികാരമുണ്ട് അല്ലേ. ആ കമ്പനി ചെയ്യുന്ന എല്ലാ കാര്യത്തിനും നമ്മളൊരു അധികാരമുണ്ട്. നമ്മൾ ഒരു ഷെയർ ഹോൾഡ് ചെയ്താലും ശരി, 1 കോടി ഷെയർ ഹോൾഡ് ചെയ്താലും ശരി, നമ്മളൊരു ഷെയർ ഹോൾഡറാണ്. നമുക്ക് അവരെ പോലെ തന്നെ ഈക്വൽ സ്റ്റേറ്റസ് ഉണ്ട്. കമ്പനിക്കകത്ത് മെജോറിറ്റി ഷെയർ ഹോൾഡർ, മൈനോറിറ്റി ഷെയർ ഹോൾഡർ എന്നൊക്കെ ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ച് കമ്പനിയുടെ കണ്ണിൽ നമ്മളെല്ലാവരും ഷെയർ ഹോൾഡേഴ്സാണ്. അപ്പോൾ നമുക്ക് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അവിടെ ചോദ്യങ്ങൾ ചോദിക്കാം. എന്തുകൊണ്ടാണ് കമ്പനി ഇങ്ങനെ നടത്തുന്നത്? ചോദ്യങ്ങളുണ്ടെങ്കിൽ ശരിക്കും ഞാൻ നെഗറ്റീവ് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഇപ്പം ഞാനൊക്കെ പ്രൊമോട്ടേഴ്സിൻ്റെ അടുത്ത് നെഗറ്റീവ് ചോദ്യം ചോദിച്ചതിന് പ്രൊമോട്ടേഴ്സൊക്കെ നമ്മുടെ അടുത്ത് ചൂടായിട്ടുണ്ട്. അങ്ങനത്തെ രീതിയിലുള്ള ഡ്യുവൽ, അതായത് നമ്മൾ തമ്മിലുള്ള ഈ സ്പാക്റ്റൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നടക്കാറുണ്ട്. നമ്മളത് എൻജോയ് ചെയ്യാറുണ്ട് രസകരമായിട്ട്. അത് കഴിഞ്ഞ് നെറ്റ്വർക്കിംഗ് സെഷനിൽ അതൊക്കെ മറന്നു കളയാറുണ്ട്. അത് കമ്പനിയുടെ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. അതാണല്ലോ ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കോവിഡിന് മുമ്പേ ആണെങ്കിൽ ആൾക്കാർ ഈ ഫിസിക്കൽ മീറ്റിംഗ്സിന് ഒരുപാട് വന്നിരുന്നു. 10,000 ഷെയർ ഹോൾഡേഴ്സ് ഉള്ളെങ്കിൽ അതിൽ 5-8 പേര് വരെ ഈ ഷെയർ ഹോൾഡർ AGMസിൽ പോയിരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് എനിക്കൊരു 2019 കണക്ക് കണക്കിൽ 4,217 റീറ്റെയിൽ ഷെയർ ഹോൾഡേഴ്സ് പല AGMകളായിട്ട് ഇമ്പോർട്ടൻറ്റ് കമ്പനികളുടെ AGMൽ പോയിട്ടുണ്ട് എന്നുള്ള കണക്കാണ് കിട്ടുന്നത്. പക്ഷേ കോവിഡ് വന്നതിന് ശേഷം ഈ ഫിസിക്കലായിട്ടുള്ള മീറ്റിംഗ് ഒക്കെ നിർത്തിയിട്ട് കൂടുതലും വീഡിയോ കോൺഫറൻസിങ്ങിലും ഡിജിറ്റൽ മീഡിയയിലും ഒക്കെ ആയി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫിസിക്കൽ മീറ്റിംഗ് എന്ന് പറയുന്ന കാര്യം പലപ്പോഴായിട്ട് നിന്നു എന്നുള്ളത്. എന്നാൽ ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ അവിടെ ഇവിടെയൊക്കെ ഫിസിക്കൽ മീറ്റിംഗ് ഇന്നും ട്രഡീഷണൽ ആയിട്ടുള്ള ചില കമ്പനീസ് നടത്താറുണ്ട് എന്നുള്ള. അപ്പോൾ ഈ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് അറ്റൻഡിങ് ദ AGM റെഡ്യൂസ്ഡ് ഡ്രാസ്റ്റിക്കലി. അതായത് 2019 4,217 പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2025 AGMകളിൽ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 2,278 ഷെയർ ഹോൾഡേഴ്സ് മാത്രമേ അറ്റൻഡ് ചെയ്തുള്ളൂ. ഇനി ഡിജിറ്റൽ മാർഗത്തിലാണെങ്കിൽ പോലും അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ രസം. അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ AGMലോട്ടുള്ള പാർട്ടിസിപ്പേഷൻ. ശരിക്കും പറഞ്ഞാൽ ഈ ആർട്ടിക്കിൾ ക്യാരി ചെയ്തത് ബിസിനസ് സ്റ്റാൻഡേർഡ് പത്രമാണ്. അവരത് കൊടുത്തിരിക്കുന്നത് ക്യൂരിയസ് കേസ് ഓഫ് ആബ്സെന്റ് ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ള ഒരു തലക്കെട്ടിലാണ്. അതുകൊണ്ടാണ് ഞാനത് വായിച്ചതെന്നുള്ള. അപ്പം മേ ബി ഈ വീഡിയോ കോൺഫറൻസിങ്, അതായത് ഈ ഡിജിറ്റൽ ഏജ് വന്നതോടുകൂടി ഉണ്ടല്ലോ ആൾക്കാർക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് പോയി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില കമ്പനികളിലൊക്കെ പോകുമ്പോൾ അവർ ഗിഫ്റ്റ് കൂപ്പണൊക്കെ കൊടുക്കും. ഞാൻ ഈ ജോക്കി, അതായത് പേജ് ഇൻഡസ്ട്രീസിൻ്റെ ഷെയർ ഹോൾഡർ ആണല്ലോ. അപ്പോൾ അവർ ചെല്ലുമ്പോൾ നമ്മൾ അവരുടെ റീറ്റെയിൽ ഷോറൂമിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നർ വെയറും സോക്സും ഒക്കെ മേടിക്കാനായിട്ട് ഒരു ഗിഫ്റ്റ് കൂപ്പൺ തരും. അതിൻ്റെ കൂടെ ഒരു സോക്സ് ഫ്രീ എന്നൊക്കെ പറയും. ചില ആൾക്കാർ 1 ഷെയറും 2 ഷെയറും മാത്രം മേടിച്ചിട്ട് ഈ ഗിഫ്റ്റ് കൂപ്പണിന് വേണ്ടി മാത്രം വരുന്നവരും ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വരുന്നുണ്ട്. അങ്ങനെ പല ടൈപ്പിലുള്ള ആൾക്കാർ വരുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു വേദിയാണ് ഈ AGM എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഒരു 10,000 പേരിൽ 5-8 പേര് വരെ അറ്റൻഡ് ചെയ്തിരുന്ന സ്ഥലത്ത് ഇപ്പോൾ വന്ന് ആ 10,000 പേരിൽ ഒരാളെ അറ്റൻഡ് ചെയ്യണമെന്നുള്ള രീതിയിലായി. കാര്യം ഇപ്പോൾ ഈ നമ്മുടെ വൈസ്രോയ് ഒക്കെ അല്ലേ, വൈസ്രോയ് അന്ന് വേദാന്തയ്ക്ക് അഗെയിൻസ്റ്റ് വലിയ റിപ്പോർട്ടൊക്കെ ഇട്ടല്ലോ. അവർ പറയുന്നത് വെച്ചാൽ വേദാന്തയൊക്കെ ഒരു AGM വീഡിയോ കോൺഫറൻസിൽ നടത്തുന്നത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റേജ് മാനേജ്ഡ് ആണ്. അതായത് ആളുകൾക്ക് കൂടുതൽ വിശ്വാസ്യതയൊക്കെ നഷ്ടപ്പെട്ടു. അതായത് ഇപ്പോൾ AGMന് ഈ വീഡിയോ കോൺഫറൻസിംഗ് നടക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും വളരെ നെഗറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ നമ്മുടെ സൗണ്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ കട്ട് ചെയ്യുക, ടെക്നിക്കൽ പ്രോബ്ലംസ് പറയാം. സ്റ്റേജ് മാനേജ്ഡ് ആയി. ഈ AGMന് ശേഷം കോൺ കോൾ ഒക്കെ അവൈലബിൾ ആവുമല്ലോ. കോൺ കോൾ അവൈലബിൾ ആണ്. അപ്പൊ അത് മാത്രം കമ്പനിയുടെ എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്, കമ്പനിയുടെ സൈഡ് മാത്രം കേൾക്കാനാണെങ്കിൽ അത് വായിച്ചാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ കോൺ കോളിലും അവർ ആ കമ്പനിയുടെ ബ്രീഫിംഗ് പ്രസന്റേഷൻ. കാര്യം കോൺ കോൾ ഹോസ്റ്റ് ചെയ്യണത് ഏതെങ്കിലും ബ്രോക്കറേജ് ആയിരിക്കും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ MK ഗ്ലോബൽ ആയിരിക്കും ഈ പറയുന്ന പോലെ LNTയുടെ ഹോസ്റ്റ് ചെയ്യണം. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്ത് കോളിൽ നമുക്ക് കയറാം. എന്നിട്ട് നമ്മൾ മാനേജ്മെന്റ് ബ്രീഫിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ ബ്രോക്കിംഗ് കമ്പനിയുടെ ആരെങ്കിലും അറിയാം. അപ്പോൾ പറയും നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ # പ്രസ് ചെയ്ത് സ്റ്റാറും പ്രസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് വയ്ക്കുക എന്ന് പറയും. എന്നിട്ട് നമ്മുടെ ടൈം വരുമ്പോൾ ആ മോഡറേറ്റർ പറയും ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം സൂരജ് നായർ റെപ്രസെന്റിംഗ് മൈഫിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചോദിക്കാമെന്നുള്ള. എന്നാലും കോൺ കോളിലൊന്നും വലുതായിട്ട് ഈ ശരിക്കും പറഞ്ഞാൽ റീറ്റെയിൽ ഷെയർ ഹോൾഡേഴ്സ് ഒന്നും വലിയ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. കൂടുതലും ഈ ഫണ്ട് മാനേജ്മെന്റ് കമ്പനി അല്ലെങ്കിൽ ബ്രോക്കിംഗ് ഹൗസിന്റെ ആൾക്കാരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ള. ഇപ്പം നമ്മൾ 2025 തന്നെ നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഉണ്ടല്ലോ, പണ്ടൊക്കെ എന്ന് വെച്ചാൽ 10,000 പേരിൽ 14 പേര് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 10,000 പേരിൽ 2 പേര് മാത്രമേ യൂണിലിവറിൻ്റെ ഇതിൽ പങ്കെടുക്കുന്നുള്ളൂ. SBI ആണെങ്കിൽ 10,000-ൽ 10 പേര് പങ്കെടുത്തിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 10,000-ൽ നിന്ന് ഒരാളെ പങ്കെടുക്കുന്നുള്ളൂ. ഏഷ്യൻ പെയിൻസിൽ പണ്ട് 10,000-ൽ 9 പേര് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 10,000-ൽ നിന്ന് ഒരാളെ പങ്കെടുക്കുന്നുള്ളൂ. ഇതൊക്കെ എന്താ പറയുക, ഏറ്റവും നല്ല കമ്പനികളുടെ പാർട്ടിസിപ്പേഷനാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സോൺ മോബിലും ആപ്പിളും വരെ ഇപ്പോൾ US മാർക്കറ്റിൽ ഡിജിറ്റൽ മോഡിലേക്ക് വീഡിയോ കോൺഫറൻസിങ്ങിലായി. എന്നാൽ നമ്മുടെ വാറൻ ബഫയുടെ പഴയ ബെർക്ക്ഷയർ ഹാത്തവേ ഇന്നും ഫിസിക്കൽ മീറ്റിങ്ങിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ലാസ്റ്റ് ഒരു ഫിഗർ പറഞ്ഞു വയ്ക്കാം. ഞാൻ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ ജസ്റ്റ് ഒന്ന് നോക്കുമായിരുന്നു. അതായത് നമ്മുടെ ഈ ആൽഫബറ്റ്, അമേരിക്കയിലെ ഈ ടോപ്പ് 3 കമ്പനീസ്, ആൽഫബറ്റ് ഗൂഗിളിൻ്റെ മദർ കമ്പനിയായ ആൽഫബറ്റിൻ്റെ പ്രോഫിറ്റ് എത്രയെന്നറിയോ?
ഏതാണ്ട് $US $116 ബില്യൺ, അതായത് 9,70,75,000 കോടി ആൽഫാബെറ്റിൻ്റെ. മൈക്രോസോഫ്റ്റിന് എത്രയെന്നറിയോ? 102 ബില്യൺ പ്രോഫിറ്റ്, 8,60,000 കോടി. മൂന്നാമത് വരുന്ന ആപ്പിളാണ്. ആപ്പിളിന് എത്രയെന്നറിയോ? $100 ബില്യൺ ആണ് അതിൻ്റെ പ്രോഫിറ്റ്. $100 ബില്യൺ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 8,40,000 കോടി. നമ്മുടെ ഇന്ത്യയുടെ നിഫ്റ്റി കമ്പനീസിൻ്റെ എല്ലാം കൂടെ ചേർന്ന് വരുന്ന പ്രോഫിറ്റ് എത്രയെന്നറിയോ? $100 ബില്യൺ, വിച്ച് ഈസ് 8,40,000 crores, വിച്ച് ഈസ് ഈക്വലൻ ടു ആപ്പിൾസ് പ്രോഫിറ്റ്. അതായത് തേർഡ് ലാർജസ്റ്റ് കമ്പനിയുടെ പ്രോഫിറ്റ് ആണെന്നുള്ളത്. എന്തുകൊണ്ടാണ് നമ്മളെ അധികം മൈൻഡ് ചെയ്യാത്തത്? ഈ പറഞ്ഞ പോലെ ട്രംപും ഈ പുടിനും ചൈനയും എന്നൊക്കെ നമ്മളെ മൈൻഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇന്ത്യ കണ്ടിന്യൂസ് ടു ബി, ഇന്ത്യ മൈറ്റ് ബി ദ ഫോർത്ത് ലാർജസ്റ്റ് എക്കണോമി, വി മൈറ്റ് ബി മൂവിങ് ടു ദ തേർഡ് സ്റ്റേജ്, ബട്ട് ഈവൻ ദെൻ നമ്മുടെ പ്രോഫിറ്റ് പൂള് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് നമ്മളിപ്പോഴും പറയുന്നു വൈ ഇന്ത്യ ഈസ് നോട്ട് എ ബിഗർ പ്ലെയർ ഇൻ ദ ലാർജർ ഗ്ലോബൽ ട്രേഡ്, ബിക്കോസ് വി ആർ 60 to 70% ഡൊമസ്റ്റിക് എക്കണോമി. അതാണ് അവിടുത്തെ നെഗറ്റീവ്. എന്നാൽ നമ്മളെ സംബന്ധിച്ച്, ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവ് എന്താ? ഈ ടാരിഫ് വന്നിട്ട് നമുക്ക് വലിയ നെഗറ്റീവ് ഇമ്പാക്ട് വരാത്ത എന്താ? 60 to 70% ഓഫ് us ഈസ് ഡൊമസ്റ്റിക് എക്കണോമി. സോ ഇറ്റ് കട്ട് ബോത്ത് വേസ്. നിങ്ങൾ ഏത് ആംഗിളിൽ കൂടെ കാണുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. സുരേഷ് സാർ, ഏതായാലും നമുക്ക് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലേക്ക് തന്നെ കിടക്കാം. ജാസ്മിൻ, അതിന് മുമ്പായിട്ട് ഈ വീക്കെൻഡ് നമുക്ക് പല മെസ്സേജസും വരുമല്ലോ. യൂട്യൂബ് വീഡിയോസിൻ്റെ അടിയിൽ മെസ്സേജസ് വരും. അത് കൂടാതെ തന്നെ പ്രൈവറ്റായിട്ട് അറിയാമെന്നുള്ളവർ നമുക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ 2-3 വ്യക്തികൾ എനിക്ക് US ഈ ടാരിഫിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ ഇന്ത്യ ഈ GSTയുടെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പല അഭിപ്രായങ്ങൾ എഴുതി അയച്ചിട്ട് എന്തു പറയുന്നു ഈ അഭിപ്രായത്തിനെ കുറിച്ചൊന്നും. അതായത് ഈ മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തറിയോ? നമ്മൾ ഈ പൊളിറ്റിക്സും മാർക്കറ്റും ഏതാണ്ട് ഒരുപോലെയാണ്. അതായത് ഒരാൾ പറയുന്നത് മറ്റേ ആൾക്ക് തെറ്റാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവരവരുടെ അഭിപ്രായം പറയുന്നു, നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുന്നു. ഇതെല്ലാം ഡൈജസ്റ്റ് ചെയ്തിട്ടാണ് ഫൈനലായിട്ട് പ്രൈസ് നമ്മൾ നിഫ്റ്റിയിൽ കാണുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് പ്രൈസ് കാണുന്നത്. അതായത് മാർക്കറ്റിൽ ഒരു ബുള്ളുണ്ടെങ്കിൽ ഒരു ബെയർ ഉണ്ടാവണം, ഒരു സെല്ലർ ഉണ്ടായാലേ ഒരു ബയർ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം കോ എക്സിസ്റ്റ് ചെയ്യുന്ന വലിയൊരു എക്കോസിസ്റ്റമാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോൾ ആരെങ്കിലും ഞാൻ അതിന് ഡിഫർ ചെയ്യുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരും ഓരോ അഭിപ്രായം. ഇപ്പം നമ്മൾ ബുള്ളി സ്റ്റാൻഡാണ് എടുക്കണമെങ്കിൽ നമ്മൾ ബുള്ളി സ്റ്റാൻഡ് എടുക്കും, വേറൊരാൾ ബെയറിഷ് സ്റ്റാൻഡാണ് എടുക്കുന്നത് വേറൊരു ബെയറിഷ് സ്റ്റാൻഡ് എടുക്കും. എല്ലാ കാര്യങ്ങളും അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലെ ഒരു വലിയ ഒരു എന്താ പറയുക ഒരു കടലാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ ഇൻഡിവിജ്വൽ പ്രസ്താവനകൾക്കോ ഇൻഡിവിജ്വൽ ആറ്റിറ്റ്യൂഡ്സിനോ യാതൊരു വിലയുമില്ല. അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. ഇപ്പം ഞാനൊരു അഭിപ്രായം പറഞ്ഞു, ആരെങ്കിലും പറയുകയാണെങ്കിൽ താങ്കൾ പറയുന്നതോട് ഞാൻ എതിർക്കുന്നു. എതിർക്കേണ്ട കാര്യമില്ല, വിയോജിച്ചിട്ട് നിങ്ങൾക്കൊരു സ്റ്റെപ്പ് എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ തന്നെ പ്രേക്ഷകർ ഒരു സ്റ്റാൻഡ് എടുക്കുന്നു, ഞാൻ അതിനെ എതിർത്തിട്ട് എന്ത് ചെയ്യാനാണ്? അതാണ് നിങ്ങളുടെ സ്റ്റാൻഡ്. അൾട്ടിമേറ്റ്ലി ആര് വിജയിക്കുന്നു അവരത് ജോ ജീത്തേഹ വോ ഹി സിക്കന്ദർ എന്ന് പറയുന്ന പോലെ നമ്മുടെ സ്റ്റാൻസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ ഉണ്ടാക്കണം. നമ്മൾ എന്തിനാണ് ഇവിടെ വരുന്നത്? ഒരു ആർഗ്യുമെന്റിനല്ല, നമ്മളൊരു ഡിബേറ്റിനല്ല. നമ്മൾ വരുന്നത് എന്താ? ഒരു വെൽത്ത് ക്രിയേഷനാണ്. നമ്മുടെ ഏത് സ്റ്റാൻഡാണോ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണത് അതിലേക്ക് പോകാന്നല്ലാതെ നമ്മുടെ സമയമൊന്നും ഇതിൽ ഡിസ്കസ് ചെയ്ത് ഡിബേറ്റ് ചെയ്ത് ഡെലിബറേറ്റ് ചെയ്ത് നമ്മൾ സമയം കളയരുതെന്നേ പറയാനുള്ളൂ. എല്ലാവർക്കും അഭിപ്രായമാവാം, നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ, അതെല്ലാത്തിനെയും നമ്മൾ അന്യോന്യം റെസ്പെക്ട് ചെയ്ത്, അതായത് വി എഗ്രി ടു ഡിസഗ്രി എന്നുള്ള രീതിയിൽ നമുക്ക് പോകാമെന്നുള്ള. അപ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും എതിർക്കാത്ത നിങ്ങൾ പറയുന്നത് ശരിയോ തെറ്റായോണ്ടല്ല, എനിക്കും അറിയില്ല. ചിലപ്പോൾ നിങ്ങൾ പറയുന്നതായിരിക്കും ശരി. മാർക്കറ്റ് വേറെ രീതിയിലായിരിക്കും നമ്മൾ കാണുന്നത്. എല്ലാവരും മാർക്കറ്റിൽ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ നമ്മളും കാണുന്നത് നിർബന്ധമില്ല എന്നുള്ള. അപ്പോൾ ആ ഒരു ക്ഷമയോടുകൂടി തന്നെ ഞാൻ ഇതിനകത്ത് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് തുടങ്ങാം. ഇപ്പോൾ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്രംപും ഇന്ത്യയും US-ഉം തമ്മിലുള്ള ഒരു ഇക്വേഷനിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അടി എന്താ? 25% ടാരിഫ്. അത് കറക്റ്റ് സമയത്തിന് ഒരു ട്രേഡ് ഡീൽ സൈൻ ചെയ്യാത്തതുകൊണ്ട്. അത് കൂടാതെ അതിൻ്റെ മേൾ നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്ന കാരണം വേറൊരു 25% കൂടെ ഒരു അഡീഷണൽ ടാരിഫും കൂടെ വെച്ച്, സെക്കൻഡറി ടാരിഫും കൂടെ വെച്ച് നമ്മുടെ ടോട്ടൽ ടാരിഫ് എന്ന് പറഞ്ഞാൽ 50% എന്ന് പറയുന്ന ഒരു ഫിഗറിലേക്ക് ചെന്ന് എത്തി എന്ന് പറയുന്നത് അല്ലേ. ഇത് ഏതൊക്കെ ഇൻഡസ്ട്രിയാണ് ഹാർഡായിട്ട് ഹിറ്റ് ചെയ്ത്? ഇന്ത്യയെ അത് ഹാർഡായിട്ട് ഹിറ്റ് ചെയ്തു. ഇന്ത്യയുടെ എക്കണോമിക് ഏതാണ്ട് 0.6 to 0.1% വരെ GDP ഹിറ്റ് ചെയ്യും എന്ന് പറയുന്നു. അതുകൂടാതെ നമ്മുടെ 86 ബില്യൻ്റെ ട്രേഡിനെ ഹിറ്റാവുമെന്ന് പറയുന്നു. അതുകൂടാതെ ഇന്ത്യയിലെ ലേബർ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽസ്, ഓട്ടോമൊബൈൽ അക്സസറീസ്, ജെംസ് ആൻഡ് ജ്വല്ലറി, ലെതർ ഗുഡ്സ്, അപ്പാരൽസ്, ഗാർമെൻറ്റ്സ്, ഇന്നിങ്ങനെ പല പല മേഖലകളിലുള്ള, അതായത് ഫ്രോസൺ ഫുഡ്സ് അല്ലെങ്കിൽ സീ ഫുഡ് എക്സ്പോർട്സ്, ഇതിനെയൊക്കെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നു നമ്മൾ പറയുന്നു. ശരിയല്ലേ? തീർച്ചയായിട്ടും നമ്മൾ പല സെക്ടറിൻ്റെയും ട്രേഡ് നോക്കുകയാണെങ്കിൽ US-ലേക്കുള്ള ട്രേഡ് ഒന്നില്ലെങ്കിൽ ഗണ്യമായി കുറഞ്ഞു, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് ഹോൾട്ട് ചെയ്ത് പോസ്റ്റ്പോൺ ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി മാത്രം ഒന്ന് കൊടുക്കാം. ഏറ്റവും കൂടുതൽ ഹിറ്റായത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്നാണല്ലോ പറയുന്നത്. ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ടാരിഫിൻ്റെ വളരെ വലിയൊരു കാഷ്വാലിറ്റിയാണ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. പ്രത്യേകിച്ച് നമ്മളൊരു എനിക്ക് തോന്നുന്നു കുറച്ച് നാളായി ബംഗ്ലാദേശിൽ പ്രോബ്ലം വന്നല്ലോ. കാര്യം നമ്മുടെ വലിയൊരു കോമ്പറ്റീറ്ററാണ് ഈ പറയുന്ന പോലെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, വിയറ്റ്നാം, ഇന്തോനേഷ്യ, ചൈനയൊക്കെ ടെക്സ്റ്റൈൽ മേഖലകളിൽ നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കൺട്രീസാണ് ഇവരൊക്കെ. ഇപ്പോൾ ബംഗ്ലാദേശ് വളരെ വലിയൊരു എക്സ്പോർട്ടറാണ്.
ഇപ്പോൾ ബംഗ്ലാദേശിൽ അടുത്ത കൊല്ലമായിട്ട് ഷെയ്ഖ് ഹസീനയുടെയൊക്കെ ഒരു ഇഷ്യൂ വന്നത് കാരണം അവിടെ പൊളിറ്റിക്കൽ ടർമോയിലും എക്കണോമിക് ടർമോയിലും ഉണ്ടായത് കാരണം ലോകം പ്രത്യേകിച്ച് അമേരിക്ക കൂടുതലും ഇന്ത്യയിലേക്ക് ഒറ്റുനോക്കിയിരുന്നു, ഇന്ത്യൻ കമ്പനികളിലേക്ക് ഒറ്റുനോക്കിയിരുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ ഒരു സ്വീറ്റ് സ്പോട്ടിൽ വെച്ചിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് നോക്കണമെങ്കിൽ ഈ വാൾമാർട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് സോഴ്സ് ചെയ്ത് തുടങ്ങി. അത്രയ്ക്ക് മാത്രം ആ ഒരു രീതിയിൽ ബംഗ്ലാദേശിൽ നിന്ന് അവർ ട്രേഡ് മാറ്റി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അത് മാത്രമല്ല ലോകത്തുള്ള പല രാജ്യങ്ങൾ ഇൻക്ലൂഡിങ് അമേരിക്ക അവരുടെ സപ്ലൈ ചെയിൻ ഒന്ന് ഡീറിസ്ക് ചെയ്യാൻ വേണ്ടി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെയും കൂടെ അവരുടെ സപ്ലയർ ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നു. അതും കൂടാതെ China+1 സ്ട്രാറ്റജിയുടെ ഒരു ബെനിഫിഷ്യറിയും കൂടെയാണ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഇതെല്ലാം നമുക്ക് അനുകൂലമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് ഈ ടാരിഫ് എന്ന് പറഞ്ഞ ഒരു ഇഷ്യൂ വന്നത്. അപ്പം നമ്മൾ ആദ്യം മുതൽ സംസാരിച്ചത് എന്താ, നമുക്ക് ടാരിഫ് വയ്ക്കുന്നതിലല്ല നമ്മുടെ പ്രശ്നം, അയൽവക്കക്കാരന് എന്താ വയ്ക്കുന്നു എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. വിയറ്റ്നാമിന് എത്ര വയ്ക്കുന്നു, ബംഗ്ലാദേശിന് എത്ര വയ്ക്കുന്നു, ഫിലിപ്പീൻസിന് എത്ര വയ്ക്കുന്നു, ചൈനയ്ക്ക് എത്ര വയ്ക്കുന്നു എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. കാരണം എന്താ, അവരെക്കാട്ടിലും കുറവാണ്, എന്തായാലും ടാരിഫ് വരും. അവരെക്കാട്ടിലും കുറവാണെങ്കിൽ വി വിൽ ബി ഇൻ എ സ്വീറ്റ് സ്പോട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ബട്ട് അങ്ങനെയൊന്നുമല്ല, നമുക്ക് 50% ടാരിഫ് വന്നു, ഇപ്പോൾ മറ്റുള്ളവരെക്കാളിലും കൂടുതലാണ് എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു എസ്റ്റിമേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ടു US $36 ബില്യൺ എക്സ്പോർട്ട് ചെയ്യുന്നു. അതായത് നമ്മുടെ ലാർജസ്റ്റ് എക്സ്പോർട്ട് ഡെസ്റ്റിനേഷനാണ് അമേരിക്ക എന്നുള്ളത്. അപ്പാരൽ, ടെക്സ്റ്റൈൽ, ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിൽ അവരാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ട്രേഡിംഗ് പാർട്ണർ എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. ഇപ്പോൾ US ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ നമ്മുടെ ഷെയർ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷെയർ ഏതാണ്ട് 5.8% US ടെക്സ്റ്റൈൽ ഇമ്പോർട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇന്ത്യയാണെന്നുള്ള. നെക്സ്റ്റ് ടു സെവറൽ കൺട്രീസ്, അതായത് നമ്മളെക്കാളും മുന്നിൽ നിൽക്കുന്നത് ചൈന, വിയറ്റ്നാം, ബംഗ്ലാദേശ്, അവരിൽ നിന്നൊക്കെ കൂടുതൽ മേടിക്കുന്നു. എന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് കുറവാണെങ്കിലും നമ്മൾ ടോപ്പ് 5 സപ്ലയർ ഓഫ് ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെൻറ്റ് അല്ലെങ്കിൽ അപ്പാരൽ ടു US എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ടെക്സ്റ്റൈൽ ആൻഡ് മെയ്ഡപ്സ്, അപ്പാരൽ നിറ്റഡ്, അപ്പാരൽ വോവൺ, ഫേബ്രിക്, ആക്സസറീസ്, കാർപ്പറ്റ്സ്, ഇതെല്ലാം ടെക്സ്റ്റൈൽസിൻ്റെ കീഴിലാണ് വരുന്നത് എന്നുള്ള. എഫക്റ്റീവായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പലതിനും പല രീതിയിലാണ് നമുക്ക് ടാരിഫ് എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. മോസ്റ്റ് ഫേവേർഡ് നേഷൻ പ്ലസ് ബേസ് ടാരിഫ് പ്ലസ് അതിൻ്റെ മുകളിൽ അഡീഷണൽ ടാരിഫ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ പല പ്രോഡക്റ്റിനും 50% തൊട്ട് 64% വരെയാണ് നമുക്ക് ടാരിഫ് വന്നതെന്നുള്ള. അതായത് ഉദാഹരണത്തിന് പറയുന്നത് നിറ്റഡ് അപ്പാരൽ ശരിക്കും പറഞ്ഞാൽ ടാരിഫിന് മുമ്പ് 13.9% ഉണ്ടായിരുന്നുള്ളൂ US കയറ്റുമതി ചെയ്യാൻ. ഇപ്പോൾ അത് എത്രയെന്നറിയോ, 63.9%. അവിടെ ബംഗ്ലാദേശിന് 20% ഉള്ളൂ. ബംഗ്ലാദേശിന് 20, നമുക്ക് 63%. എങ്ങനെയുണ്ട് ആ സ്ഥലത്ത്? വോവൻ അപ്പാരലിൽ നമുക്ക് പണ്ടുണ്ടായിരുന്ന 10.3% ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത് 60.3. അവിടെ വിയറ്റ്നാമിന് വന്നിരിക്കുന്നത് 20%. കാർപ്പറ്റ്സിൽ നമുക്ക് പണ്ട് 2.9% ടാരിഫ് ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എത്രയായി? 52.9, അതായത് 53 വരെ വന്നു എന്നുള്ള. അവിടെ മെക്സിക്കോ നമ്മുടെ വേറൊരു കോമ്പറ്റീറ്ററിന് 0% ആണ്. നമുക്ക് ജനറൽ ടെക്സ്റ്റൈൽസ് ഏതാണ്ട് 9% ആയിരുന്നു നമുക്ക് ഇവിടെ നിന്നുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി, അതായത് അമേരിക്കയിലുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി നമ്മുടെ പ്രോഡക്ട്സിന്. ഇപ്പോൾ അത് 9% ഇന്ന് കുത്തനെ ഉയർന്ന് 59% ആയിരിക്കുന്നു എന്നുള്ള. നമ്മുടെ കോമ്പറ്റീറ്ററായ കംബോഡിയയ്ക്ക് വെറും 19% ഉള്ളൂ. അതായത് മോസ്റ്റ് ഓഫ് ദ ഗാർമെന്റ്സ് 10 to 14% ആയിരുന്നു ഇവിടുന്ന് അയക്കുന്നതിന് US വച്ചിരുന്ന ഒരു ഇമ്പോർട്ടിന്റെ ഡ്യൂട്ടി. 10%, 14% നിന്ന് ഇപ്പം എല്ലാ ടാരിഫും കൂടെ ചേർന്ന് വന്ന് നമ്മൾ 50-നും 64-നും ഇടയ്ക്കായി എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ബംഗ്ലാദേശിന് 20% മാത്രമേ ഉള്ളൂ. കോമ്പറ്റീറ്റേഴ്സ് എല്ലാവരും 19-നും 15-നും 20-നും 25-ന്റെ ഇടയിൽ കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രി നന്നായിട്ട് ഹിറ്റായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പുതിയ എക്സ്പോർട്ട് ഓർഡർ ക്യാൻസൽ ആയിരിക്കുന്നു, പലതും ഹോൾഡ് ആയിരിക്കുന്നു. അതായത് അവിടുത്തെ US ബയേഴ്സ്, കൺസ്യൂമേഴ്സ് പറയണമെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് സാധനം മേടിച്ച് കഴിഞ്ഞാൽ ഈ എക്സ്ട്രാ വരുന്ന കോസ്റ്റ് ഉണ്ടല്ലോ ഞങ്ങൾക്ക് കൺസ്യൂമറിലേക്ക് പാസ് ചെയ്യാൻ പറ്റുന്നില്ല. പകരം അത് മാത്രമല്ല, നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് വിലയ്ക്ക് വേറെ രാജ്യങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 40 തൊട്ട് 50% അങ്ങോട്ടേക്കുള്ള ഓർഡർ കുറഞ്ഞു. നമുക്കുള്ള ഡോളർ റവന്യൂ നന്നായിട്ട് കുറഞ്ഞു. അതുമാത്രമല്ല, തിരുപ്പൂരിലും സൂരത്തിലും ഒക്കെ നല്ല രീതിയിൽ ജോബ് ലോസിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വി ആർ ലൂസിങ് ഔട്ട് ദ കോമ്പറ്റീറ്റേഴ്സ് അല്ലേ. അങ്ങനത്തെ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ സാധാരണ നമ്മുടെ കോമൺ വിസ്ഡം എന്താ, ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയിലേക്ക് പോകണ്ട, നമ്മൾ ടെക്സ്റ്റൈൽ വിൽക്കാം, നമുക്ക് എന്നിട്ട് ഡൊമസ്റ്റിക് കൺസംഷൻ മേടിക്കാം. ഇതാണല്ലോ സാധാരണക്കാരൻ്റെ തലയിൽ പോകുന്നത്. 95% ഓഫ് ഇൻവെസ്റ്റേഴ്സും വിചാരിക്കുന്നത് എന്താ, ഇനി അടുത്ത കാലത്തേക്ക് നമ്മൾ ഇനി ഈ പറയുന്ന പോലെ എക്സ്പോർട്ട് ഓറിയന്റഡ് സെക്ടേഴ്സിലൊന്നും പോകില്ല, ടെക്സ്റ്റൈലൊന്നും ഇടപെടേണ്ട കാര്യമേ ഇല്ല, നമുക്ക് ഡൊമസ്റ്റിക് ആയിട്ടുള്ള മതി എന്നുള്ള. ബട്ട് 5% ഇൻവെസ്റ്റർ വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് തിങ്ക് ചെയ്യണമെന്നില്ല. ആ 5% ഇൻവെസ്റ്റേഴ്സാണ് ഇന്ത്യയിൽ സ്മാർട്ട്. ശരിക്കും പറഞ്ഞാൽ 95% ആൾക്കാരും പൈസ ലൂസ് ചെയ്യുമ്പോൾ ഈ 5%ലേക്കാണ് ഈ ഗെയിനൊക്കെ ചെന്നെത്തുന്നത്. ഫോർ എവറി മെൻസ് ലോസ് there is a gainer എന്നുള്ളതാണ് മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മാർക്കറ്റിൽ മണി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്, ഇറ്റ് ചേഞ്ചസ് ഫ്രം one person's hands to another person's hand.
ആരൊക്കെ ഇവിടെ സെല്ല് ചെയ്യുന്നോ അത് ചിലപ്പോൾ ഗെയിൻ ചെയ്യുന്നതൊക്കെ ഇപ്പുറത്തെ സൈഡിലായിരിക്കും. അപ്പോൾ 95% ആൾക്കാർക്കും പൈസ പോകണമെന്നുണ്ടാ നമ്മളെല്ലാവരും ഒരേപോലെ തിങ്ക് ചെയ്യുന്നുണ്ടാ. എന്തുകൊണ്ടാണ് വളരെ മൈനോറിറ്റി ആയിട്ടുള്ള 5% മാത്രം കാശ് ഉണ്ടാക്കുന്നു? അവർ വ്യത്യസ്തമായിട്ട് കോമൺ സെൻസ് കൂടെ വളരെ പേഷ്യൻസോടുകൂടിയാണ് അവർ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. നമ്മൾ വളരെ ഇമോഷണലാണ്. ഇങ്ങനെ ഒരു ന്യൂസ് വെക്കുമ്പോൾ നാളെ മുതൽ തീരുമാനിക്കുന്നത് എന്താ, അയ്യോ എക്സ്പോർട്ട് ഓറിയന്റഡ് തീംസ് ഒന്നും വേണ്ട, നമുക്ക് ഡൊമസ്റ്റിക് തീം മതി എന്നുള്ളതാണ്. ഈ ഒരു ടെക്സ്റ്റൈൽ കമ്പനിയുടെ കഥ ഞാൻ പറയാം. ഇത് ലിസ്റ്റഡ് സ്പേസിലുള്ളതാണ്. ഓക്കെ, April 2, 2025 ആ സ്റ്റോക്ക് ശരിക്കും പറഞ്ഞാൽ 1360 രൂപയായിരുന്നു. 1360 രൂപ ഇരിക്കുമ്പോഴാണ് പൊടുന്നനെ ഈ പറഞ്ഞ പോലെ ട്രംപിന്റെ ആദ്യത്തെ 25% ടാരിഫ് അല്ലെങ്കിൽ ടാരിഫിനെ കുറിച്ചൊരു സംസാരം വരുന്നത്. ആ സംസാരം വരുമ്പോൾ ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത് 1360 നിന്ന് 918 ആയി എന്നുള്ള. ഈ 918 എന്നുള്ളത് 918 കേട്ടോ. 30th July 2025 ആയപ്പോൾ 918 റിക്കവർ ചെയ്ത് 1638 രൂപയായി. എത്ര? 910 നിന്ന് 1638 രൂപയിലേക്ക് ആ സ്റ്റോക്കിനെ തിരിച്ചു വലിച്ചു എന്നുള്ളതാണ്. പിന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സെക്കൻഡറി ടാരിഫ് വരുന്നത്. അതായത് 25% ഓൺ പ്രിടെക്സ് ദാറ്റ് വി ഓൺ കണ്ടീഷൻ ദാറ്റ് വി ആർ ബൈങ് ഓയിൽ ഫ്രം റഷ്യ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ 50% ആയപ്പോൾ 1600 ലെവലിൽ നിന്ന് ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത് 1333 വരെ എത്തി എന്നുള്ള. ബട്ട് ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, 9th April 900 അടുപ്പിച്ചിരുന്ന സ്റ്റോക്ക് ഏതാണ്ട് ഇപ്പോൾ 1330 രൂപ 1300 രൂപയെങ്കിൽ തീർച്ചയായിട്ടും 40-45-50% റിട്ടേൺ ഈ സമയത്ത്, അതായത് ടെക്സ്റ്റൈൽ ഓറിയന്റഡ് സ്റ്റോക്സിന് നെഗറ്റീവ് ആയിരിക്കുന്ന സമയത്ത് ഇത് ഹിറ്റായി അല്ലെങ്കിൽ ഇത്രയും ക്ലോക്ക് ചെയ്ത് 50% റിട്ടേൺ തന്നു എന്നുള്ളത് ഐശ്വര്യകരമായിട്ടുള്ള കാര്യമല്ലേ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രേക്ഷകർ ചോദിക്കാറില്ലേ, ഈ ടാരിഫൊക്കെ വരുമ്പോൾ ഏതൊക്കെ സെക്ടറിനും ഏതൊക്കെ സ്റ്റോക്കിനാണ് ഇമ്പാക്ട് ചെയ്യണമെന്നതിനെ കുറിച്ച് നമ്മൾ വായ തുറന്ന് മിണ്ടാത്തതെന്നറിയോ? ചിലപ്പോൾ ഇത് നേരെ തിരിയും. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ടെക്സ്റ്റൈൽ നമ്മൾ മോശമാണെന്ന് പറഞ്ഞെങ്കിൽ ഈ സ്റ്റോക്കിനെ കുറിച്ച് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയുമായിരുന്നു? അപ്പം നമ്മൾ അതാണ് പറയുന്നത്, നമ്മൾ പേഷ്യൻസോടുകൂടി നമ്മൾ വളരെ ഇമോഷണലായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യരുതെന്നാണ് നമ്മൾ പറയുന്നത്. കാര്യം വെച്ചാൽ ഈ കമ്പനിയുടെ പേരാണ് പേൾ ഗ്ലോബൽ. ഈ പേൾ ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനിയുടെ കഥയാണ് ഞാൻ ഈ പറഞ്ഞതെന്നുള്ളത്. കാര്യം അവരുടെ ഇപ്പോൾ FY25 റവന്യൂ 4500 കോടിയാണ്. ഈ 4500 കോടിയിൽ എക്സ്പോർട്ട്സ് എത്രയെന്നറിയോ? 3300 കോടി. എന്നാൽ ഇന്ത്യൻ സെയിൽസ് എത്രയെന്നറിയോ? 1196 കോടി. അതായത് 1200 കോടിയുള്ളൂ. അതിൻ്റെ ഏതാണ്ട് 3300 കോടിയുണ്ട് US എക്സ്പോർട്ട്സ്. അതായത് പേൾ ഗ്ലോബലിൻ്റെ ടോട്ടൽ റവന്യൂവിൻ്റെ 16-18% അമേരിക്കയാണ് തരുന്നത്. ടോട്ടൽ പ്രോഫിറ്റിൻ്റെ 4-5% അമേരിക്കയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവരുടെ ക്ലയൻസിനെ നോക്കിയാൽ നമുക്കറിയാം, ഗ്യാപ്പ്, മാംഗോ, സാറ, ടോമി ഹിൽഫിഗർ, അമേരിക്കൻ ഈഗിൾ, ടാർജറ്റ്, റാൽഫ് ലോറൻ എന്നിങ്ങനെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടെന്നുള്ളതാണ്. അതായത് സിഗ്നിഫിക്കൻറ്റ് സെയിൽസ് ഓഫ് പേൾ ഗ്ലോബൽ ഹാപ്പൻസ് ഇൻ US എന്നുള്ളതാണ്. എന്നിട്ടും ഈ സ്റ്റോക്ക് എന്തുകൊണ്ട് അപ്പായി? അതാണ് ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒറ്റ കണ്ണി കൂടെ കാര്യങ്ങൾ കാണുന്നുള്ളൂ എന്നല്ല, രണ്ട് കണ്ണി കൂടെ കാണണം എന്നുള്ളത്. എങ്ങനെയൊക്കെയാണ് അവർ അത് എന്തുകൊണ്ട് സ്റ്റോക്ക് കയറിയതിൻ്റെ പുറകിൽ ഒരു റീസൺ കാണണമല്ലോ. എന്തായിരുന്നു കാരണം? ഒന്ന്, അവർ കൂടുതൽ എക്സ്പോർട്ട് അമേരിക്കയിൽ നിന്ന് ഹിറ്റ് വരും എന്ന് പ്രതീക്ഷിച്ച് അവർ UK ആക്കി. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇത് കൂടാതെ അവർ ശരിക്കും പറഞ്ഞാൽ ജപ്പാനിലേക്കും ഓസ്ട്രേലിയയിലേക്കും അയച്ചു. അവിടെയും ട്രേഡ് എഗ്രിമെന്റ്സ് ഒക്കെ ആയിട്ട് നമുക്കുണ്ടല്ലോ. അപ്പോൾ അവിടെ അയച്ചു. അത് മാത്രമല്ല UK ആയിട്ടൊരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നമുക്ക് വന്നു. അത് ഇവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഇതൊന്നും കൂടാതെ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത കാര്യം, അവർക്ക് മാനുഫാക്ചറിങ് ഫെസിലിറ്റി വിയറ്റ്നാമിലുണ്ട്, ഇന്തോനേഷ്യയിലുണ്ട്, ബംഗ്ലാദേശിലുണ്ട്, ഗോട്ടമാലയിലുണ്ട്. ഇവിടുന്ന് അവർ US ക്ലയൻസിന് കേറ്റർ ചെയ്തു. അതായത് എന്താണോ ടാരിഫുകൾ വിയറ്റ്നാമിനും ഇന്തോനേഷ്യയും ബംഗ്ലാദേശിനും ഗോട്ടമാലയ്ക്കും വെച്ചത്, അത് മാത്രമേ പേൾ ഗ്ലോബൽ അവിടെയുള്ള അവരുടെ ഫാക്ടറീസിന് വന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കഥ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എടുത്തു ചാടി ഓരോ ഡിസിഷൻസ് എടുത്തിട്ട് നമ്മൾ പറയും ഇത് നെഗറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. ബട്ട് നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ മാത്രമേ കഥകളുടെ കാര്യങ്ങൾ വളരെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ള. അപ്പോൾ പേൾ ഗ്ലോബലിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ളൊരു കഥയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് ടെക്സ്റ്റൈൽ മോശമാണ്, ടെക്സ്റ്റൈൽ സ്റ്റോക്സോ സെക്ടറൊക്കെ മോശമാണെന്ന് നമ്മൾ തുറന്നു പറയാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ കമ്പനികൾ എങ്ങനെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് അവരുടെ ട്രേഡ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ നിന്നുള്ള ട്രേഡ് അവർക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നപ്പോൾ, അല്ലെങ്കിൽ ട്രേഡ് കാരണം അല്ലെങ്കിൽ ടാരിഫ് കാരണം സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് ഫെസിലിറ്റീസിൽ നിന്ന് അവർ ചെയ്തിട്ട് അവർ ലോവർ ടാരിഫ് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ള കാരണത്താലും അങ്ങനെ ഒരു സ്ട്രാറ്റജി അവരുടെ ബിസിനസ്സിൽ കിടക്കുന്നതുകൊണ്ടും തന്നെ ആ സ്റ്റോക്കിന് നല്ലൊരു റീറേറ്റിംഗ് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ തിങ്സ് ഇൻ ദ മിറർ
ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ. നിങ്ങൾക്ക് കാണണമെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഓപ്പണിംഗ് അവേഴ്സ് ഇവിടെ അവസാനിക്കുന്നു. ജാസ്മിൻ സാർ, അതിന് മുൻപ് ഏതായാലും നമ്മുടെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ റിസർച്ച് ഡെസ്കിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക് കൂടി പോവുകയാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും അധികം ഒരു ഇമ്പാക്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് റെയർ എർത്തും അതോടൊപ്പം തന്നെ ഫെർട്ടിലൈസേഴ്സും ടണൽ ബോറിംഗ് മെഷീനുമായിട്ടുള്ള ഒരു എക്സ്പോർട്ടിൻ്റെ കാര്യത്തിലാണ്. ഇപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫേസ് ചെയ്തിരുന്ന ഈ ഒരു ബാൻ ലിഫ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു അറിയിപ്പാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും അതിന്റെ ഒരു തുടർ നീക്കങ്ങളൊക്കെ തന്നെ വരുന്ന ഒരു ഓട്ടോമൊബൈൽ സ്റ്റോക്സിന് ഈ പറഞ്ഞ പോലെ ഒരു ഡബിൾ ബെനിഫിറ്റ് കിട്ടി, ജിഎസ്ടിയും കിട്ടി, റെയർ എർത്ത് മാഗ്നറ്റ്സും കിട്ടി എന്നുള്ളത്. അതോടൊപ്പം തന്നെ കെമിക്കൽ സ്റ്റോക്സിലൊക്കെ തന്നെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മൂവ്മെന്റ് കാണാൻ സാധിക്കും എന്ന് കൂടി പറയുകയാണ്. ഏതായാലും ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്സ് ഒന്നും തന്നെ ഒരു എന്താ പറയുക, ഒരു എക്സ്പേർട്ട് ഒപ്പീനിയനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വൈസോ റെക്കമെൻഡേഷനോ അല്ല. ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ഇൻ ദ സെൻസ് ഓഫ് നമ്മളൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രമാണ് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടേതായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക. റിസർച്ച് അനലിസ്റ്റുമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറുമായിട്ടോ കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ നിക്ഷേപം നടത്തുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഓപ്പണിംഗ് അവറിന്റെ മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.